Hi, good evening all. Good evening. നമ്മുടെ Good evening. good evening. നമ്മുടെ പലരുടെയും ജീവിതത്തില് ചില സംഭവങ്ങൾ നടന്നിട്ട് നമ്മളെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായിട്ട് തോന്നാറുണ്ട് അല്ലെ? ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാല് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മനസ്സിനാണ് മുറിവേക്കുന്നതെങ്കിലോ പലപ്പോഴും അത് എന്താണ് അതിന് കാരണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിന്നോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറില്ല. ആ മുറിവുകളാണെങ്കിൽ നമ്മുടെ ചിന്തകളെയും വികാരത്തെയും ബന്ധങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ തന്നെ ആഴത്തിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ട്രോമ, അതെങ്ങനെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കുന്നു, അതിൽ നിന്ന് ആരോഗ്യകരമായി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് ലീഡ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റും ടീച്ചറും അക്യുപങ്ക്ചറിസ്റ്റുമായിട്ടുള്ള റംലാന മാം ആണ്. മാമിനെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാം സ്റ്റാർട്ട് ചെയ്യാം. Good evening all. ഗുഡ് ഈവനിങ് മാം. Good evening. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ വെബിനാറിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രോമ, എന്തുകൊണ്ടാണ് ഈ ട്രോമ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രെസ്സും ട്രോമയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഈ വെബിനാറിൽ നമുക്ക് ലഭിക്കുക, നമ്മൾ അതോടൊപ്പം ഒന്നിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാമിന്റെ വോയിസ് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടോ? സൗണ്ട് ഇത്തിരി കുറവുണ്ട്. സൗണ്ട് കുറവുണ്ടോ? ആ വീഡിയോ ഓക്കെ ആണോ? വീഡിയോ ഓക്കെ ആണ്. ഓക്കെ ആണല്ലേ, കുറച്ചും കൂടെ ലോങ്ങിൽ വെച്ചാൽ സെറ്റ്. സെറ്റ് ആണല്ലേ. ട്രോമ എന്നത് ഒരാളുടെ മനസ്സിനെയോ അതല്ലെങ്കിൽ എന്താണ് ശരീരത്തെയോ ബാധിക്കുന്ന ഒരു ദുരനുഭവമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരാളുടെ മനസ്സിനെയോ അല്ലെങ്കിൽ ശരീരത്തെയോ ബാധിക്കുന്ന ദുരനുഭവമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഓരോ വ്യക്തിയിലും സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അപകടങ്ങള്, അതേപോലെ തന്നെ അതിക്രമങ്ങള്, പ്രിയപ്പെട്ടവരുടെ മരണം, ബാല്യകാല പീഡനം, അതുപോലെ പ്രകൃതി ദുരന്തം, യുദ്ധം, കുടുംബ പ്രശ്നങ്ങള് തുടങ്ങിയവയൊക്കെ തന്നെ എന്താണ് ട്രോമയ്ക്ക് കാരണമാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ട്രോമയുടെ പ്രധാന സ്വാധീനങ്ങള്, ട്രോമ എങ്ങനെ എന്താണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു, അത് പിന്നീട് ബാല്യകാലങ്ങളിൽ സംഭവിച്ച ഒരു ട്രോമ ആ വ്യക്തിയുടെ ജീവിതത്തിലുടനീളം ആ വ്യക്തിയിലേക്ക് വ്യാപിച്ച് ആ വ്യക്തിയുടെ ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരവസ്ഥ വരെ കണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ട്രോമയുടെ പ്രധാനപ്പെട്ട സ്വാധീനം എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും മാനസിക സ്വാധീനം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വൈകാരിക സ്വാധീനം എന്ന് പറയുന്നത്, അതുപോലെ പെരുമാറ്റത്തിലെ മാറ്റങ്ങള്, ബന്ധങ്ങളിലെ സ്വാധീനം, ജോലിയിലും പഠനത്തിലും കാണപ്പെടുന്ന സ്വാധീനം, ദീർഘകാല പ്രത്യാഘാതങ്ങള്, ഇവയെല്ലാം തന്നെ ട്രോമയുടെ പ്രധാനപ്പെട്ട സ്വാധീനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ ഒരു മാനസിക സ്വാധീനം എന്ന് പറയുമ്പോൾ ട്രോമയുടെ പ്രധാനപ്പെട്ട സ്വാധീനത്തിൽ മാനസിക സ്വാധീനം എന്ന് പറയുന്നത് ഭയം, ഒരു വ്യക്തിയിൽ വരുന്ന ഭയം, അതുപോലെ തന്നെ ഉത്കണ്ഠ,
വിഷാദം, ദേഷ്യം, അതേപോലെ തന്നെ ആ വ്യക്തിയിൽ കുറ്റബോധം, ആത്മവിശ്വാസക്കുറവ്, ഇവയെല്ലാം തന്നെ മാനസിക സ്വാധീനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ആ വ്യക്തിയിൽ പറയുകയാണെങ്കിൽ ഒരു ട്രോമ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഉറക്കക്കുറവ്, തലവേദന, ക്ഷീണം, ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ തന്നെ ശരീരവേദന, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടിയൊക്കെ ഈ ഒരു ട്രോമ അനുഭവിച്ച വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ട്രോമയും അതുപോലെ തന്നെ സ്ട്രെസ്സും ഒന്നാണെന്ന് പലപ്പോഴും നമ്മളിൽ തന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ ഈ സ്ട്രെസ്സും ട്രോമയും ഒന്നാണോ? ശരിക്കും നമ്മൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെസ്സും ട്രോമയും ഒന്നല്ല. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ്, അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ, അപ്പൊ വരുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മളിൽ ഓരോരുത്തരും ഈ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ആ സിറ്റുവേഷൻ നെഗറ്റീവ് സിറ്റുവേഷൻ പോസിറ്റീവായി മാറുന്നതോടുകൂടി ആ സ്ട്രെസ്സിനും ചേഞ്ച് വരും. നേരെ മറിച്ച് ഈ ഒരു ട്രോമ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഒരു വ്യക്തിയിൽ ഇപ്പൊ ചൈൽഡ്ഹുഡിലൊക്കെ വന്നിട്ടുള്ള ബാല്യകാല ട്രോമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറുപ്പകാലങ്ങളിലൊക്കെ വന്നത് ആ വ്യക്തി ചെറുപ്പകാലം കഴിഞ്ഞു, ചൈൽഡ്ഹുഡ് പീരീഡ് കഴിഞ്ഞു, അഡോളസെൻസിലേക്ക് കടക്കുമ്പോൾ ആ ശാരീരികമായിട്ട് മാനസികമായിട്ട് വരുന്ന മാറ്റത്തോടൊപ്പം ആ ട്രോമയുടെ ചേഞ്ചും ആ ഒരു വ്യക്തിയിൽ കാണുന്നു. അതേപോലെ തന്നെ അഡൾട്ട്ഹുഡിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൻ്റെതായ അവരുടെ ജോലിയിൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫില് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണപ്പെടാറുണ്ട്. ഇനി അവര് ഓൾഡ് ഏജിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാം ഓരോ വ്യക്തിയിലും നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ 2 കുട്ടികൾ ഒരേ സമയം ഒരു അപകടത്തിൽ പെടുന്നു. ഈ അപകടത്തിൽപ്പെട്ട കുട്ടിക്ക്, ഒരു കുട്ടിക്ക് യാതൊരു പ്രശ്നവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു എന്നല്ലാതെ ഒരു പ്രശ്നവും കാണുന്നില്ല. പക്ഷെ മറ്റു കുട്ടിയില് പേടി, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ചെറിയൊരു സിറ്റുവേഷൻ, ഒരു നെഗറ്റീവായിട്ടുള്ള, അതോടൊപ്പം അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അന്നത്തെ ആ ഒരു അപകടത്തെ ഓർമ്മ വരുന്നു, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. എങ്കിൽ 2 കുട്ടികളും ഒരേ സമയത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്, പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം ഇങ്ങനെ വരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ 2 കുട്ടികളും ഒരേ സമയത്ത് അപകടം സംഭവിച്ചു, പിന്നെ എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് മാത്രം ഇങ്ങനെ വന്നു, മറ്റൊരു കുട്ടിക്ക് എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ അതിന്റെ ഒരു ആൻസർ നമ്മൾ പറയുകയാണെങ്കിൽ, ആ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പ്രതികരണമാണ് ശരിക്കും ട്രോമ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരേ സംഭവം 2 ആളുകളിലും സംഭവിച്ചു കഴിഞ്ഞാലും ഒരാളിൽ വന്നത് മറ്റൊരാളിൽ വരണമെന്നില്ല. അതാണ് നമ്മൾ ട്രോമയുമായി ഡിഫൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ട്രോമയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ട്രോമയും സ്ട്രെസ്സും ഒന്നാണോ എന്ന് നമ്മൾ ട്രോമ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഉദാഹരണമായിരുന്നു നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രോമയുടെ കാരണങ്ങളിലേക്ക് കടക്കാം. ട്രോമ സാധാരണ ബാല്യകാല പീഡനം, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ വിവാഹമോചനം, കുടുംബത്തിലെ വഴക്കുകള്, അപകടങ്ങള്, അതേപോലെ തന്നെ ലൈംഗിക ശാരീരിക പീഡനം, പ്രിയപ്പെട്ടവരുടെ മരണം, പ്രകൃതി ദുരന്തങ്ങൾ, ഇവയെല്ലാം തന്നെ ട്രോമയുടെ കാരണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനി ഒരു ട്രോമ ഒരാളുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു ഭയത്തിന്റെ അലാരം, അതേപോലെ തന്നെ ഓർമ്മ, തീരുമാനമെടുക്കല്, പ്രതികരണങ്ങള്, ഇതെല്ലാം ഒരു ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന രൂപത്തിൽ എന്താണ് നമ്മുടെ തലച്ചോറിൽ ഒരു പ്രതികരണം കാണിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മളിൽ പലരും ജീവിതത്തിലുടനീളം ഈ ഒരു ട്രോമ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആൻസൈറ്റി, ഡിപ്രഷൻ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം, അതുപോലെ അഡിക്ഷൻ,
PTSD ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയിലോടുകൂടി ആളുകൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു കേസ് ഡിസ്കസ് ചെയ്യാം. 35 വയസ്സുള്ള ഒരു യുവതി, 8 വയസ്സിൽ മാതാപിതാക്കള് വിവാഹമോചിതരാകുന്നു. ആ ഒരു യുവതി സ്നേഹക്കുറവിൽ വളർന്നു എന്ന് പറയാം. ഇവർക്ക് മുതിർന്നപ്പോഴും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങള്. ഈ ഒരു വ്യക്തി കൗൺസിലിങ്ങിലൂടെയാണ് ബാല്യകാല ട്രോമയാണ് ഇവർക്ക് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോ ഈ ട്രോമയിലൂടെയായിരുന്നു അവർ കടന്നുപോയിരുന്നത് എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അവർ വിചാരിക്കുന്നത് അവർക്ക് മുതിർന്ന സമയത്ത് ഒരു വ്യക്തിയെയും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അവരുടെ ഭർത്താവ് ഒരു ചെറുതായിട്ട് ഒന്ന് പിണങ്ങിയാൽ പോലും അദ്ദേഹം എന്നെ ഇട്ടിട്ട് പോകുമോ? ഈ ഒരു ചിന്ത എവിടുന്ന് വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവരുടെ അച്ഛൻ, പിതാവ് 8 വയസ്സിൽ ഇവരെ ഉപേക്ഷിച്ചു പോയി. ആ ഒരു അവസ്ഥ ഇപ്പോഴും മനസ്സിലൂടെ കൊണ്ട് നടന്നിട്ട് മനസ്സിൽ നിന്ന് മായാതെ അത് ദീർഘകാലം 8 വയസ്സിൽ സംഭവിച്ച ഒരവസ്ഥ 35 വയസ്സിലും അവരിൽ നിന്ന് മാറാതെ ദാമ്പത്യ പ്രശ്നം, അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ജീവിക്കുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു കൗൺസിലിങ്ങിലൂടെയാണ് ആ ഒരു വ്യക്തിയിൽ എന്താണ് ആ ഒരു പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയതും, അതുപോലെ തന്നെ ബാല്യകാല ട്രോമയാണെന്ന് അവർക്ക് പോലും ബോധ്യപ്പെട്ടതും. കൗൺസിലിങ്, അതേപോലെ തന്നെ സൈക്കോതെറാപ്പി, അവർക്ക് മെഡിസിനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്നും ആ ഒരു വ്യക്തിക്ക് പോവേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ട്രോമ ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ട്രോമ തിരിച്ചറിയുക എന്നുള്ളതാണ്. എനിക്ക് എന്താണ് സംഭവിച്ചത്, ഞാൻ ട്രോമയിലാണോ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വികാരങ്ങൾ, ഇമോഷൻസ് അംഗീകരിക്കുക. അതുപോലെ തന്നെ കൗൺസിലിങ്. കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെൽഫ് കെയറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്നുള്ളതാണ്. ഇവരോട് നിങ്ങൾക്ക് സംഭവിച്ച ഒരു ട്രോമ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് സംഭവിച്ച ഒരു ട്രോമ നിങ്ങളുടെ ഒരാളുടെ തെറ്റല്ല, എന്നാലോ അതിൽ നിന്ന് സുഖം പ്രാപിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്നു മുതൽ നിങ്ങളുടേതാണ് എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെസ്സേജ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സാധാരണ കുട്ടികളെയൊക്കെ നമ്മളൊക്കെ വളർത്തുന്ന നമ്മുടെയൊക്കെ മക്കളില് സാധാരണ പല പേരൻസിലും സംഭവിച്ചു പോകുന്ന ഒരു തെറ്റുണ്ട്. നമ്മൾ പറയാറുണ്ട് എത്ര പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും സാധാരണ അവരോട് ചില സമയങ്ങളിലൊക്കെ പറയാറുണ്ട്, നീ ഒന്നാമനാണ്, പക്ഷെ 100-ൽ 99 മാർക്ക് വാങ്ങിച്ചു വരണം, അല്ലെങ്കിൽ 100-ൽ 90 മാർക്ക് വാങ്ങിച്ചു വന്നു കഴിഞ്ഞാലും ആ കുട്ടിയോട് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ബാക്കി 10 മാർക്ക് എവിടെയാണെന്ന്. ബാക്കി 10 മാർക്ക് എവിടെയാണെന്ന് ആ കുട്ടിയോട് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്കതും ഒരു ഉദാഹരണത്തിലൂടെ പോകുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും എന്നുള്ളതാണ് പറയുന്നത്. ഒരു 28 വയസ്സുള്ള ഒരു യുവാവ്, അദ്ദേഹം നല്ല രീതിക്ക് വളർന്ന ഒരു ഫാമിലി ആയിരുന്നു. അത്യാവശ്യം പഠിപ്പിക്കാനും എല്ലാം കൊണ്ടും പാരന്റ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് പോയിരുന്ന ഒരു കുട്ടി. പക്ഷെ അവിടെ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 95 മാർക്ക് കൊണ്ട് കുട്ടി വന്നു കഴിഞ്ഞാലും പാരന്റ് ചോദിക്കും ബാക്കി 5 മാർക്ക് എവിടെ, അല്ലെങ്കിൽ 90 മാർക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചോദിക്കും ബാക്കി 10 മാർക്ക് എവിടെ. അപ്പൊ ശരിക്കും ആ കുട്ടിക്ക് ഒരു പേടിയായിരുന്നു. പിന്നെ ആ ഒരു ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് 28 വയസ്സ് പൂർത്തിയായിട്ടും അവർ നന്നായിട്ട് പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയും വാങ്ങിച്ചു. പക്ഷെ ആ ജോലിയിലും
എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വരുമ്പോഴേക്ക് കുട്ടിയിൽ തോന്നുന്ന ഒരു ഇയാളിൽ തോന്നുന്ന ഒരു കാര്യം, ഈ യുവാവിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്തൊക്കെയോ എവിടൊക്കെയോ കുറവുകളുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥ ഈ ഒരു വ്യക്തിയിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ സംഭവിച്ച ഈ ഒരു ട്രോമയാണ്. ചൈൽഡ്ഹുഡിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ട്രോമയിൽ നിന്നാണ് എന്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു വ്യക്തിയിൽ വരാനുള്ള കാരണം എന്ന് പറയപ്പെടുന്നത്. പിന്നീടാണെന്ത് ആ വ്യക്തിക്ക് തന്നെ ഒരു കൗൺസിലിങ്ങിലൂടെ തന്നെയാണെന്ത് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലായതും പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കണം എന്നുള്ള ഒരു ചിന്ത അയാളിൽ തന്നെ വന്നതും ഉണ്ടായിരുന്നാണ്. ആർക്കെങ്കിലും കുളുക നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുരക്ക കുളുക കിട്ടിക്കണോ? വെറും മണ്ടത്തരം. ഹലോ, ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളിലൂടെ കടന്നുകൂടുന്ന ഒന്നായിട്ട് നമുക്ക് ഈ ട്രോമയെ കണക്കാക്കാം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെസ്സും ട്രോമയും ഒന്നാണോ? ശരിക്കും സ്ട്രെസ്സും ട്രോമയും ഒന്നല്ല എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു. അപ്പൊ അതില് സ്ട്രെസ് എന്ന് പറയുമ്പോ എന്താണ്, നമുക്ക് പെട്ടെന്ന് ഒരു സഡൻലി ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പെട്ടെന്നുള്ള ഒരു അവസ്ഥയിലാണത് ഈ സ്ട്രെസ് കടന്നു പോകുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ഒരു നെഗറ്റീവ് കുറച്ച് പെട്ടെന്ന് കടന്നു വരുന്നു, അത് പോസിറ്റീവിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിലുള്ള സ്ട്രെസ് മാറി എന്നുള്ളതാണ്. പക്ഷെ ഈ ട്രോമ ബാധിച്ച ഒരാളിൽ നിന്ന് അത് മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അതിനെ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് അതുപോലെ തന്നെ എന്താണ് സൈക്കോതെറാപ്പി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ എന്ത് നമ്മുടെ മൈൻഡിൽ ബാധിച്ചിട്ടുള്ള ഒരു ട്രോമ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഒരുപാട് ആളുകള് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാറുണ്ട്, പിന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ വരാറുണ്ട്. PTSD നമ്മൾ പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇതും സ്ട്രെസ് ഒന്നാണ് എന്നുള്ള ഒരു ഞാൻ പല കേസുകളിലും കേട്ടിട്ടുള്ളതാണ്. എനിക്ക് PTSD ആണോ എന്നൊക്കെ ആളുകൾ വളരെ പേടിച്ച് അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് പറയാറുണ്ട്, എനിക്ക് PTSD ആണോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ PTSD എന്താണ്, സ്ട്രെസ് അല്ല എന്നുള്ളതാണ്. ട്രോമയിൽ നിന്ന് എന്താണ് ഒരു മാനസിക രോഗ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണെന്ത് നമ്മൾ അതിനെ PTSD എന്നൊക്കെ പറയാറുള്ളത്. PTSD കൗൺസിലിലൂടെ മാറും. അതേപോലെ തന്നെ എന്താണ് സൈക്കോതെറാപ്പി കാര്യങ്ങളിലൊക്കെ എന്താണ് നമുക്ക് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പറയപ്പെടുന്ന PTSD എന്ന് പറയുന്നത്. അതിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോഴൊക്കെയാണ് സൈക്കാട്രിക് മെഡിസിന് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത് എന്നാണ് സാധാരണ കേസുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷന് അങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ എന്താണ് കടന്നു പോകുന്ന ആളുകളിലും ട്രോമ വലിയൊരു സ്വാധീനം ചെലുത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ട്രോമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു നെഗറ്റീവ് വശം എന്തൊക്കെയാണോ, ആ ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ അഡൽട്ട്ഹുഡ് അതേപോലെ തന്നെ എന്താണ് അവരുടെ വാർദ്ധക്യ സമയം വരെയൊക്കെ പോലും ഈ ഒരു ട്രോമ, ചൈൽഡ്ഹുഡിലൊക്കെ ബാധിച്ച ട്രോമ അതുപോലെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇനി ഒരു അഡൽട്ട്ഹുഡിൽ ബാധിച്ച അല്ലെങ്കിൽ എന്താണ് പ്രായപൂർത്തിയൊക്കെ ആയിട്ട് ഒരു വ്യക്തിയിൽ ബാധിച്ച ട്രോമയാണെങ്കിൽ പോലും എന്താണ് ഒരുപാട് കാലം ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം അതിനെ നമ്മള് എന്താണെന്ന് മനസ്സിലാവാതെ തന്റെ ജീവിതം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോവാതെ പല കോലത്തില് പോകുന്ന ഒരവസ്ഥയൊക്കെ പലരിലും നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഈ അതോടൊപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ, അതേപോലെ തന്നെ പാനിക് അറ്റാക്ക്, പിന്നെ
ഫാമിലി ലൈഫിൽ വരുന്ന തകർച്ച, ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളിലൂടെയും ട്രോമ അനുഭവിക്കുന്ന ആളുകൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ പലരിലും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഒരവസ്ഥ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് പലരിലും ഒരു കൃത്യമായിട്ട് അതിനൊരു എഡ്യൂക്കേഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവാത്ത ഒരവസ്ഥ. നമ്മളൊരു കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ള ഒരു തോന്നല്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അതിനൊന്നും ആവശ്യമില്ല, അത് നിന്റെ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ അത് അങ്ങോട്ട് മാറിപ്പോയിക്കോളും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണെന്ത് ഇത് വഷളാവുന്ന അവസ്ഥയിലേക്കൊക്കെ സാധാരണ ഈ ഒരു ട്രോമ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഉണർത്തുകയാണ്. കാരണം സാധാരണയൊക്കെ നമ്മള് കേസുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾ വരുമ്പോ ക്ലയന്റ് വരുന്ന സമയത്ത് പറയാറുണ്ട്, എനിക്ക് കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല, അത് നമ്മുടെ ഒരു ചിന്തയാണ്, അതിനെ മനസ്സിൽ നമ്മൾ മാറ്റി കളഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാള് ഇതെന്താണ് എന്ന് മനസ്സിലാവാതെ ഞാൻ ഒരുപാട് നാള് നടന്നു. അല്ലെങ്കിൽ എന്താണ് എന്റെ ഫാമിലിയിൽ പ്രശ്നമായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു അവനവൻ ജോലിയിൽ പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾക്കിടയിൽ പ്രശ്നമായിരുന്നു, ഇതെന്താണെന്ന് എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മള് ഒരുപാട് ആഴത്തിലേക്ക് പോയി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ചൈൽഡ്ഹുഡിലേക്കൊക്കെ പോകുന്ന സമയത്താണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് തന്നെ, നമുക്ക് മനസ്സിലാക്കുക എന്നതിലുപരി എന്താണ്, അവർക്ക് തന്നെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, ഞാൻ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ശരിക്കും നമ്മള് ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സുമായി ചേർന്ന് നിന്ന് ഞാനുണ്ട് കൂടെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയമില്ലാതെ ഏത് തരത്തിലുള്ള അവരനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള വിഷമമാണെങ്കിലും അല്ലെങ്കിൽ മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള, പേടി കൂടാതെ തുറന്നു പറയാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുമ്പോഴാണെന്ത് പലരിൽ നിന്നും പല അവസ്ഥകളും അല്ലെങ്കിൽ പല മാനസിക അവരനുഭവിക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നതും. ഒരുപാട് നാളുകളായിട്ട് ഈ 30-35 ഒക്കെ വയസ്സായ ആളുകളൊക്കെ പുറത്തേക്ക് അവരുടെ ഓരോരോ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മുകളിലേക്കൊക്കെ ഉള്ള ആളുകള് ഇത്രയും നാളായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ആ ഒരു മാനസിക വേദനയൊക്കെ പുറത്തേക്ക് പറയുന്നത് നമ്മൾ അവരോട് ചേർന്ന് നിന്ന് അവരെ ഭയമില്ലാതെ പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുമ്പോഴാണ് 8 വയസ്സിലും 7 വയസ്സിലും 10 വയസ്സിലും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ പുറത്തേക്ക് വരുന്നത്. പിന്നീടാണ് എന്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നതും അന്ന് ഞാൻ അനുഭവിച്ച ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്ന് ഞാൻ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതും ഒക്കെ. അതേപോലെ തന്നെ റിലേഷൻഷിപ്പില്, ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ എന്താണ് ട്രോമ ബാധിച്ച ആളുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. ശരിക്കും ശരിയായ രൂപത്തിൽ എന്താണ് ഒരു ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെ എന്താണ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. അതേപോലെ തന്നെ നമ്മള് ദേഷ്യം, വല്ലാത്തൊരു ദേഷ്യം അനുഭവിക്കുന്ന അവസ്ഥ. അതേപോലെ തന്നെ എങ്ങനെയാണ് തന്റെ ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുള്ള സംസാരം, കാര്യങ്ങൾ, ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഈ ട്രോമ ബാധിച്ച ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ അഡിക്ഷൻ, ഈ ട്രോമ ബാധിച്ച ആളുകളിൽ പലതരത്തിലുള്ള അഡിക്ഷൻ കാണാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ അഡിക്ഷൻ തന്നെ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ചില കുട്ടികളിലൊക്കെ 15-16 വയസ്സായിട്ടുള്ള അഡോളസൻസ് പീരീഡിലൊക്കെ വരുന്ന കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ല, ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ അഡിക്ഷനായിട്ട് കാണാനും പറ്റില്ല. പക്ഷെ വല്ലാതെ ഭക്ഷണവും വെള്ളവും വേണ്ടാത്ത ഇതുപോലെ പോലും എന്താണ് ഈ ഒരു ഫോണിലേക്ക് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമൊക്കെ. അപ്പൊ അവരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്രയും സമയമൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത്
ഈ കുട്ടികളിൽ നിന്നാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ പറയാറുണ്ട്, ഈ ഫോണിൽ ഇങ്ങനെ റീൽസ് ഒക്കെ മാറി മാറി കണ്ടുപോകുന്ന സമയത്ത് മുമ്പുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഞാന് കറന്റിലി അനുഭവിക്കുന്ന പ്രശ്നങ്ങള് ഒന്നും കൂടുതലായിട്ട് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നൂല. അതിലുള്ളതൊക്കെ ഇങ്ങനെ കണ്ട് പോകുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും വരാതെ അങ്ങോട്ട് പോകുന്ന പറയാറുണ്ട്. ഈ ട്രോമ ബാധിച്ച ഒരവസ്ഥ ഒരു അഡിക്ഷന് കാരണമാവുക, അതേപോലെ തന്നെ എന്താണ് റിലേഷൻഷിപ്പില് പ്രോബ്ലം വരിക, അതേപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷന്, PTSD ഇങ്ങനെയൊക്കെയുള്ള മാനസിക അവസ്ഥയിലൂടെയൊക്കെ എന്താണ് പല വ്യക്തികളും കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞു, 8 വയസ്സില് മാതാപിതാക്കൾ വിവാഹമോചിതരായി, സ്നേഹക്കുറവില് ആ കുട്ടി വളർന്നു. മുതിർന്ന സമയത്ത് എന്താണ് ആ കുട്ടിക്ക് ആരെയും എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് പ്രശ്നങ്ങളായി. അതുപോലെ കൗൺസിലിങ്ങിലൂടെയാണ് ബാല്യകാല ട്രോമ തിരിച്ചറിഞ്ഞത്. അതോടെ ആ ഒരു കൗൺസിലിങ്ങിലൂടെ ഒരു നല്ല രീതിക്ക് ആ ഒരു കൗൺസിലിംഗ് തരപ്പെടുത്തി മുമ്പോട്ട് പോയ സമയത്ത് ആ ഒരു വ്യക്തിക്ക് എന്താണ് ജീവിതം മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിക്ക് എത്തിപ്പെടാനും, അതേപോലെ തന്നെ എന്താണ് എനിക്കെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കാനും പറ്റി എന്നുള്ളതാണ്. ഈ ട്രോമ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ട്രോമ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ട്രോമയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് വികാരങ്ങളൊക്കെ അംഗീകരിക്കുക, കൗൺസിലിംഗ് അതിനെ തിരിച്ചറിഞ്ഞ് കൗൺസിലിങ്ങിലേക്ക്, അതേപോലെ തന്നെ കുടുംബത്തിന്റെ പിന്തുണ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത്, സെൽഫ് കെയർ എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയാണെങ്കിലും ഒരു വ്യക്തി കടന്നു പോകുന്നത് ഉണ്ടെങ്കിലും കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഫാമിലിയിലുള്ള ഒരു വ്യക്തി, അതാരായിക്കോട്ടെ, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കള്, നമ്മളെ കുടുംബത്തിലുള്ള ഏതൊരു അംഗം ആയിക്കോട്ടെ, വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിന്ന് അവരോട് ഇതിനെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലൂടെ അല്ലെങ്കിൽ എന്താണ് അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ വഷളായ ഒരു ഘട്ടത്തിലേക്ക് ആ വ്യക്തി പോവുകയേ ചെയ്യുള്ളൂ കാണാം. കാരണം ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണത് ആ ഒരു വ്യക്തി എപ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അതുപോലെ ട്രോമക്ക് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. മാതാപിതാക്കളുടെ വിവാഹമോചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാല്യകാല പീഡനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപകടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷൽ അബ്യൂസ്, ലൈംഗിക അതിക്രമം, അതുപോലെ പ്രിയപ്പെട്ടവരുടെ മരണം, ഗാർഹിക പീഡനം, പരീക്ഷയിലുള്ള പരാജയം പോലും എന്താണ് ട്രോമക്ക് കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഈ ട്രോമയുടെ ലക്ഷണങ്ങള് നമ്മൾ പറയുകയാണെങ്കിൽ ഇമോഷണലായിട്ട്, അതേപോലെ തന്നെ എന്താണ് ഫിസിക്കലി, ബിഹേവിയറൽ ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇമോഷണലി ഒക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ട്രോമ ബാധിച്ച ആളുകള് കരയുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ എന്താണ് ശരിക്കും അതിന് ആൻസർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് ദേഷ്യം, വല്ലാത്ത ദേഷ്യം, ചെറിയ ചെറിയ കാര്യത്തിന് പോലും വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നുന്നത് ഞാൻ എന്തിനാണ് ഇത്രയും കൂടുതൽ പൊട്ടിത്തെറിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇത്രയും കൂടുതൽ ദേഷ്യപ്പെട്ടതെന്നൊക്കെ അവർക്ക് തന്നെ തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഭയം, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്ക് എന്താണ് ഒരു ആൻസൈറ്റി വരിക, ഭയം വരിക, അല്ലെങ്കിൽ എന്താണ് ഉത്കണ്ഠ വരിക. അത് എന്താവും എന്നുള്ള ഒരു പേടി. അത് അത്രയൊന്നും വലിയ ഒരു അവസ്ഥയിലൂടെ കൊണ്ടുപോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ഒരു ഭയപ്പാടുള്ള ഒരു കാര്യമൊന്നും ചിലപ്പോൾ ആവണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും എന്താണ് വല്ലാത്തൊരു ആൻസൈറ്റി, വല്ലാത്തൊരു ഭയം, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഒക്കെ ആ വ്യക്തിയിൽ എന്താണ് കാണാറുണ്ട്. കുറ്റബോധം മറ്റൊരു ലക്ഷണമാണ്. ഇമോഷണൽ ആയിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ് കുറ്റബോധം. ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ആവണമെന്നില്ല, അവര് പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളത് രൂപത്തിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും തോന്നുക വല്ലാത്തൊരു കുറ്റബോധം, എനിക്കത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം.
ഇനി നമ്മൾ ട്രോമയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ ശരീരവേദന, ഹൃദയമിടിപ്പ്, ഇതെല്ലാം തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇനി നമ്മൾ അവരുടെ ഒരു ബിഹേവിയർ ആയിട്ടുള്ള ലക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളെ ഒഴിവാക്കുന്ന ഒരവസ്ഥ. ആരോടും എന്താണ് വല്ലാതെ കൂട്ടുകൂടാനും കമ്പനി കൂടാനും എന്താണ് വലിയ താല്പര്യമൊന്നും കാണണമെന്നില്ല. അതുപോലെ അഡിക്ഷന്, ആത്മവിശ്വാസക്കുറവ്, സ്വയം കോൺഫിഡൻസ് എന്താണ് വളരെ കുറവായിരിക്കും അവർക്ക്. അവര് തന്നെ ചിന്തിക്കുകയാണ് എന്നെ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ എന്താണ് എന്നെ ഒന്നിനും പറ്റാത്ത ഒരാളാണ് ഞാൻ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ആ ഒരു തോന്നൽ ആ ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 80% നമുക്ക് ഉറപ്പിക്കാനുണ്ട് ചൈൽഡ്ഹുഡിൽ അവരിൽ ഒരു താരതമ്യപ്പെടുത്തൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ താരതമ്യപ്പെടുത്തൽ, നീ അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളെ മക്കള് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു എക്സാമിന്റെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 മാർക്ക് കൊണ്ട് 65 മാർക്ക് കൊണ്ട് നമ്മളടുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയതായിരിക്കാം ഒരു പക്ഷേ ആ ഒരു 65 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള മറ്റു കുട്ടികള് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കുട്ടികള് ഇവരൊക്കെ 90 അല്ലെങ്കിൽ 80ന്റെ മുകളിലൊക്കെ മാർക്ക് മേടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, സാധാരണ പല രക്ഷിതാക്കളും തന്നെ പറയാറുണ്ട്, നീ അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇവളെ കണ്ടുപിടിക്കുക, നിനക്ക് കിട്ടിയ മാർക്കാണ് അപ്പൊ അത് ഈ ഒരു 65 മാർക്ക്. അവർക്ക് കിട്ടിയത് കണ്ടില്ലേ 80 കൂടുതലുണ്ട് അല്ലെങ്കിൽ 90 കൂടുതലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആ കുട്ടിയില് ആ ഒരു മൈൻഡില് ഒരു താരതമ്യപ്പെടുത്തല് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. ഈ ഒരു സമയത്തിലൂടെയൊക്കെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്ന എന്താണ്, ഞാൻ എത്ര പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല. പിന്നെ ഇവർക്ക് ശരിക്ക് ഒരു പഠിക്കാൻ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ എന്നെ കൊണ്ട് പോരാ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ശ്രമിച്ചിട്ട് കാര്യമില്ല, എനിക്കത് കിട്ടില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയിലൂടെയൊക്കെ ഈ വ്യക്തികൾ എന്താണ് കടന്നു പോകും എന്നുള്ളതാണ്. പക്ഷെ ചൈൽഡ്ഹുഡിൽ ബാധിച്ച ആ ഒരു സിറ്റുവേഷൻ പിന്നീട് എന്താണ് വല്ലാത്തൊരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നതൊക്കെയായിട്ട് എന്താണ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. വളരെ വൈകി അഡൽട്ട്ഹുഡിലേക്കും അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ഏജ് വരെ എത്തുന്ന സമയത്ത് പോലും തന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രൂപത്തില് ജീവിച്ചു പോയി ലാസ്റ്റ് തിരിച്ചറിയുന്ന സമയത്തേക്ക് എന്താണ് ഒരുപാട് സമയം വൈകിയതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ശരിക്ക് നമ്മൾ ഈ ബാധിച്ച ഈ ട്രോമയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് കിടക്കുക എന്ന് നമുക്കൊരു ചോദ്യമായിരിക്കും. എങ്ങനെയായിരുന്നു ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക? എനിക്കൊരു ട്രോമ ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രോമ ബാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തേക്ക് കിടക്കുക എന്ന് പറയുമ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ട്രോമ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രോമ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. അതേപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അതിൻ്റെ ഒരു ഘടകമാണ്. പിന്നെ പ്രാർത്ഥന, നമ്മൾ ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിലും അവനവൻ്റെതായിട്ടുള്ള രൂപത്തിലുള്ള പ്രാർത്ഥന, മെഡിറ്റേഷന്, ഇതൊക്കെ എന്താണ് ഈ ട്രോമയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കാം. അതുപോലെ തന്നെ പ്രൊഫഷണൽ കൗൺസിലിംഗ്, സപ്പോർട്ടിങ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലിയുടെ സപ്പോർട്ട്. ശരിക്ക് നമ്മൾക്ക് സംഭവിച്ച ഒരു ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു തെറ്റല്ല, എന്നാലും അതിൽ നിന്ന് സുഖം പ്രാപിക്കാനുള്ള ഉത്തരവാദിത്തം ട്രോമ മനസ്സിലായ അന്നു മുതൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളതാണ്. അതായത് ട്രോമ ബാധിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാല്, ട്രോമ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാല് നമ്മളിൽ നിന്ന് തന്നെയാണത് അതിന് പുറത്തു കടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് എന്നുകൂടി എന്താണ് നമുക്കിതില് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ട്രോമ തിരിച്ചറിയുക, അതേപോലെ തന്നെ വികാരങ്ങൾ അംഗീകരിക്കുക, ഇമോഷൻസ് അംഗീകരിക്കുക,
കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഫഷണൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ എന്താണ് പ്രാർത്ഥന, അതുപോലെ സെൽഫ് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ട്രോമ നമ്മുടെ ഒരു ട്രോമ ബാധിച്ച ഒരാൾക്ക് ട്രോമ എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിന്റെ ഒരു അവസാനമൊന്നുമല്ല, അത് നമ്മുടെ കഥയിൽ എന്താണ് ഒരു അധ്യായം മാത്രമാണ് എന്നാണ്. നമ്മുടെ കഥയിലെ അല്ലെങ്കിൽ എന്താണ് ഈ ഓരോ വ്യക്തിയിലെ എന്താണ് ഒരു അധ്യായം മാത്രമാണ് എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള സഹായവും അതേപോലെ തന്നെ എന്താണ് പിന്തുണയും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലെ മുറിവുകള് സുഖപ്പെടും. അതേപോലെ തന്നെ എന്താണ് ഓരോരുത്തരുടെയും ജീവിതം എന്താണ് പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാന് പറ്റും എന്നുള്ളതാണ്. ട്രോമ ബാധിച്ചൊരു വ്യക്തി, ഞാൻ ട്രോമയിലാണ്, ഇനി അതിൽ നിന്ന് എന്താണ് ഒരിക്കലും എനിക്ക് പുറത്തു കടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത തെറ്റാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജോലിയിലും പഠനത്തിലും ഒക്കെ എന്താണ് ഈ ട്രോമയുടെ സ്വാധീനം വല്ലാതെ നമ്മൾ കാണാറുണ്ട്. ജോലിയിലൊക്കെ എന്താണ് ശ്രദ്ധ കുറവ്, അതേപോലെ തന്നെ എന്താണ് ഓർമ്മക്കുറവ്, അതുപോലെ ജോലിയുടെ പ്രകടനം കുറഞ്ഞു പോവുക. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പഠനത്തില് പിന്നോക്കം പോവുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് എന്താണ് കണ്ടുവരാറുണ്ട്. പെരുമാറ്റത്തിലെ മാറ്റങ്ങളൊക്കെ അതുപോലെ ട്രോമ ബാധിച്ച ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. ഈ വ്യക്തികള് സാമൂഹിക ഇടപെടലുകളൊക്കെ എന്താണ് ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അമിതമായിട്ടുള്ള കോപം, അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും അത് അപകടമാണോ അപകടം അല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, എളുപ്പത്തിൽ കരയാൻ, മറ്റുള്ളവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക അകന്നു നിൽക്കുക. എനിക്ക് അവരുടെ കൂടെയൊക്കെ കൂടുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം ആരുടെയും കൂടെ എന്താണ് അവരിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. സ്നേഹവും വിശ്വാസമൊക്കെ എന്ത് ചെയ്യുക പ്രകടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ എന്താണ് ട്രോമ ബാധിച്ച ആളുകളിൽ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. ട്രോമയിൽ നിന്ന് മുക്തി നേടാനുള്ള കാര്യങ്ങളും നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ആവശ്യമായി കഴിഞ്ഞാൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധരുടെയോ അല്ലെങ്കിൽ എന്താണ് കൗൺസിലറുടെയോ ഒക്കെ എന്ത് ചെയ്യുക സഹായം തേടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലാക്സേഷന്, അതുപോലെ നമ്മള് മെഡിറ്റേഷൻ, റിലാക്സേഷന്, അതുപോലെ സ്ഥിരമായിട്ടുള്ള വ്യായാമം എന്നിവയൊക്കെ എന്താണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സഹായകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കോട്ടിക് മരുന്നിലേക്കും സൈക്കാട്രിക് മരുന്നിലേക്കും ഒക്കെ എന്താണ് നമ്മൾ പോകുന്നതായിട്ട് സാധാരണ പല കേസുകളിലും കാണാറുണ്ട്. ചിലപ്പോ കൗൺസിലിംഗ്, അതേപോലെ തന്നെ സൈക്കോതെറാപ്പി, ഇതിലൊന്നും മാറ്റം വരാത്ത ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് എന്താണ് സൈക്കാട്രി മെഡിസിനിലേക്കും സൈക്കാട്രി ട്രീറ്റ്മെന്റിലേക്കും ഒക്കെ എന്താണ് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ശരിക്ക് ഈ ട്രോമയെ കുറിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നമ്മളുടെ സമൂഹത്തിൽ പൊതുവായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ എന്ത് ചെയ്യുക കാണാറുണ്ട്. അതായത് സമയം കഴിഞ്ഞാല് ശരിയാവും, ഇതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ, സമയം കഴിഞ്ഞാല് ശരിയാവും എന്നുള്ള ഒരു തോട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്ത് ചെയ്യുക നമ്മൾ കേൾക്കാറുണ്ട്, അതൊക്കെ ഒരു സമയം കഴിഞ്ഞാല് അങ്ങോട്ട് മാറിപ്പോകും, അതിനെക്കുറിച്ച് അങ്ങോട്ട് ഓർക്കാതിരുന്നാൽ മതി, മറന്നാൽ മതി, കരയുന്നത് എന്താണ് ബലഹീനതയാണ്, അത് സ്വാഭാവികമായിട്ടുള്ള കരയെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള വികാര പ്രകടനമാണ്, ട്രോമ എന്താണ് കുട്ടികളെ ബാധിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ എന്താണ് സാധാരണ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും എന്താണ് ശരിയാണോ, സമയം കഴിഞ്ഞാല് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ശരിയാവോ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അഡ്വൈസ് നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ, അതേപോലെ തന്നെ എന്താണ് അത് മറന്നു പോയാൽ മതി, മറന്നാൽ മതി എന്നുള്ളത് ഓർമ്മകള് അടിച്ചമർത്തുകയാണ് നമ്മൾ ശരിക്കും അവിടെ ചെയ്യുന്നത്. അത് മറന്നാൽ മതി എന്ന് പറയുമ്പോൾ മറന്നു പോയാല് അത് മാറും എന്നുള്ള ഒരു അഡ്വൈസ് നമുക്ക് കിട്ടുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഓർമ്മകള് അടിച്ചമർത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്.
ശരിക്കും എന്താണ് ഓർമ്മകള് അടിച്ചമർത്തുന്ന സമയത്ത് നമുക്ക് അതിനൊരു പരിഹാരമല്ല. ഓർമ്മകൾ അടിച്ചമർത്തുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു പരിഹാരമല്ല. അതുപോലെ പറയാറുണ്ട് എന്ത്, കരയുന്നത് ബലഹീനതയാണെന്ന് പറയാറുണ്ട്. കരയുന്നത് ബലഹീനതയാണ്. അവിടെ നടക്കുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് ആയ ഒരു വികാര പ്രകടനമാണ് എന്നുള്ള ഒരു ചിന്ത. അതേപോലെ തന്നെ എന്താണ്, ട്രോമ കുട്ടികളെ ബാധിക്കൂല. ചെറിയ കുട്ടികളെന്ന് എന്താണ്, ചൈൽഡ്ഹുഡിലൊന്നും എന്താണ് ട്രോമ ബാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കരയുന്നത് ബലഹീനതയാണ്, കരഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളതൊരു മോശമാണ്, ബലഹീനതയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്റ്റേജ് കൂടിയൊക്കെ കടന്ന് പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. എൻ്റെ അടുത്ത് ഈയിടെയായിട്ട് വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു രക്ഷിതാവ് പഠിക്കാത്തതിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്താണ് കുട്ടിയെ വല്ലാതെ ശകാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാ വീട്ടില്. പക്ഷെ ആ കുട്ടി ഇപ്പൊ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവന് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഇപ്പൊ അവൻ കരയൂല. കരയാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോ എന്താണ്, അവന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പിതാവ് പറഞ്ഞിട്ടുള്ളത്, ആൺകുട്ടികള് കരയാൻ പറ്റില്ല. ആൺകുട്ടികള് കരയുന്ന എന്താണ്, ആൺകുട്ടികൾ ഒരിക്കലും എന്താണ് പെൺകുട്ടികളെ പോലെ കരയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം ആ കുട്ടിയോട് ചെറുപ്പത്തിലെങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഈ കുട്ടി ചെയ്യുന്നത് എന്താണ്, ഈ കരയുന്നത് പാടില്ല, അല്ലെങ്കിൽ എന്താണ് കരയാൻ പാടില്ല എന്നുള്ള ഒരു വാക്ക് അവന്റെ മൈൻഡിൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്ന് അവന്റെ കരയേണ്ട കാര്യങ്ങൾ പോലും അവൻ എന്താ ചെയ്യുന്നത്, അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഈ അടിച്ചമർത്തൽ അവൻ ഇപ്പൊ +2 പഠിക്കുന്ന സമയത്താണ് അവന്റെ പഠനത്തിൽ, ആ കുട്ടിയുടെ പഠനത്തിൽ എന്താണ് വല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മാർക്കൊക്കെ വളരെ അധികം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് നോക്കാനേ അവന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവനൊരു 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അവനുമായിട്ട് സംസാരിച്ച് ഒരു 1-2 സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവനിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നത്, എന്റെ ഒരുപാട് കരയേണ്ട കാര്യങ്ങൾ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ അടിച്ചമർത്തി വെക്കാറുണ്ട് എന്നുള്ളൊരു വാക്ക് അവനിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നത്. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ച സമയത്താണെന്ത്, പിതാവിൽ നിന്ന്, പിതാവ് പറയാറുണ്ട് ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല, കരയുന്നത് ബലഹീനതയാണ് എന്നുള്ളത് പറയാറുണ്ട്. ശരിക്കും എന്താണ്, ഒക്കെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ആ കുട്ടി ചെയ്തത് എന്താണ്, അവന്റെ വികാരങ്ങൾ അവൻ പുറത്തേക്ക് എടുക്കേണ്ട, കരയലും ചിരിക്കലും പിന്നെ എല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ട വികാരങ്ങളാണ്. അപ്പൊ ആ ഒരു കരയാന്നുള്ള ആ ഒരു വികാരത്തെ അവിടെ എന്താ ചെയ്തത്, അടിച്ചമർത്തുകയാണ് ചെയ്തത്. പിന്നീട് ഒരു 5-6 സെഷനൊക്കെ കഴിഞ്ഞ സമയത്താണെന്ത്, അവനിക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു 70-75% അവന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റിയത് എന്നാണ്. അതുപോലെ തന്നെ ബാല്യകാല ട്രോമ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, മാതാപിതാക്കളുടെ വഴക്ക്, വിവാഹമോചനം, പിന്നെ മദ്യപാനം, ലഹരി, ശാരീരിക മാനസിക ലൈംഗിക പീഡനങ്ങള്, അവഗണന, ഒരു കുട്ടിയുടെ തലച്ചോറിന്റെയും അല്ലെങ്കിൽ എന്താണ് വ്യക്തിത്വത്തിന്റെയും വളർച്ചയിൽ വരുന്ന സ്വാധീനം, ഇതൊക്കെ എന്താണ് ഈ ബാല്യകാല ട്രോമ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഓരോ കുട്ടികളിലും. ഈ മാതാപിതാക്കളുടെ വഴക്ക് എന്ന് പറയുമ്പോൾ പല ഫാമിലിയിലും പല കാരണങ്ങളാൽ, വഴക്കില്ലാത്ത ഫാമിലി എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ഫാമിലിയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കുട്ടി സ്ഥിരമായിട്ട് മാതാപിതാക്കളുടെ വഴക്ക് മാത്രം കേട്ട് വളരുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ആ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട സ്നേഹം, മാതാപിതാക്കളുടെ പരിഗണന, ലാളന, ഇതൊന്നും അവനിൽ കിട്ടാതെ അവൻ എപ്പോഴും കാണുന്നതും അല്ലെങ്കിൽ അവൾ എപ്പോഴും കാണുന്നതും കേൾക്കുന്നതും ഈ വഴക്ക് കുറെ നാള് ഇത് മാത്രം കേട്ടു. അതിനുശേഷം സ്നേഹമില്ലാത്ത പിതാവ് അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത മാതാവ് എന്നുള്ള ഒരു തോട്ട് അവന്റെ മൈൻഡിൽ കടന്നുകൂടി. അതിനുശേഷം മാതാപിതാക്കളുടെ വിവാഹമോചനം, ഈ വിവാഹമോചനത്തിന് ശേഷവും ആരൊക്കെയോ അവനെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ. ആ കുട്ടി പിന്നീട് അഡിക്ഷനിലേക്കോ അല്ലെങ്കിൽ എന്താണ് അവഗണനയിലേക്കോ
പിന്നെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ തലച്ചോറിന്റെയും വ്യക്തിത്വത്തിന്റെയും വളർച്ചയിലൊക്കെ എന്താണ് ഈ ഒരു ട്രോമയുടെ സ്വാധീനം നമ്മൾ വളരെയധികം എന്താണ് കൂടുതലായിട്ട് കാണാറുണ്ട് എന്നാണ്. ഈ ട്രോമ ബാധിച്ച ചില കുട്ടികളിലൊക്കെ നമ്മൾ കാണാറുണ്ട് എന്ത് കിടക്കയില് മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതേപോലെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ്, പേടി, കരച്ചില്, ഇതൊക്കെ കുട്ടികളിൽ കാണാറുണ്ട്. ചൈൽഡ്ഹുഡിൽ തന്നെ കാണാറുണ്ട്. കുട്ടികൾ ചൈൽഡ്ഹുഡിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുപ്രായത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിടക്കയിലൊക്കെ മൂത്രം ഒഴിക്കുന്ന ഒരു പ്രായമുണ്ട്, ആ പ്രായത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഒരു 10 വയസ്സിനൊക്കെ താഴെ ഉള്ള സമയത്ത്, ഒരു 4 to 10 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾ കിടക്കയിൽ മൂത്രം ഒഴിക്കുന്ന കാണാറുണ്ട്. അതേപോലെ തന്നെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവ്, പേടി കാണാറുണ്ട്, കരച്ചിൽ കാണാറുണ്ട്. ഇതൊക്കെ കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ്. ഇനി ആ ഒരു കുട്ടി വളർന്ന് ഒരു കൗമാരക്കാരിലേക്ക് എത്തുമ്പോൾ, അഡോളസൻസിലേക്ക് എത്തുന്ന സമയത്ത് കോപം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം കാണാറുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെടല് കാണാറുണ്ട്. മറ്റു കുട്ടികളിൽ നിന്ന് എന്താണ് കൂടെ കൂട്ടാൻ താല്പര്യമില്ലാതെ ഒറ്റയ്ക്ക് പോയിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്ത് ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, മറ്റു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നു എങ്കിലും ആ കുട്ടി ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലെല്ലാം ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല കുട്ടികളിലെയും നമ്മൾ കാണാറുണ്ട്. അതുപോലെ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയും എന്താണ് ഈ അഡോളസൻസ് പീരീഡിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് എന്നാണ്. ഇനി മുതിർന്ന ആളുകളിലേക്ക് വരികയാണെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, ദാമ്പത്യ പ്രശ്നങ്ങള്, വിശ്വാസക്കുറവ്, ഇതെല്ലാം തന്നെ മുതിർന്ന ആളുകളിലും നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ഈ ഒരു നമ്മുടെ ബോഡിയും ട്രോമയും, നമ്മുടെ ശരീരവും ട്രോമയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചിലർക്ക് എല്ലായ്പ്പോഴും ക്ഷീണം തോന്നുന്നു? എന്തുകൊണ്ട് ചില ആളുകളിൽ എന്താണ് എല്ലായ്പ്പോഴും ക്ഷീണം തോന്നുന്നു, ഉറക്കക്കുറവ് വരുന്നു, തലവേദന അനുഭവിക്കുന്നു, ദഹന പ്രശ്നങ്ങൾ വരുന്നു? ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരീരവും ട്രോമയും നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ പറയാറുണ്ട് എന്ത്, നമ്മളെ ശരീരത്തിനല്ലല്ലോ ട്രോമ ബാധിച്ചത്, മനസ്സിനല്ലേ എന്ന് പറയാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധമാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് ചിലർക്ക് എല്ലായ്പ്പോഴും ക്ഷീണം തോന്നുന്നു എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഉറക്കക്കുറവ്, തലവേദന, ദഹന പ്രശ്നങ്ങള്, ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ട്രോമ ബന്ധങ്ങളെ ഏതൊക്കെ രൂപത്തിൽ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെ ട്രോമ ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തില് ട്രോമ ഒരു വില്ലനായിട്ട് കടന്നു വരാറുണ്ട്. ജോലിസ്ഥലത്ത് ഒരു വില്ലനായിട്ട് കടന്നു വരാറുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദാമ്പത്യ ബന്ധത്തിൽ അവരുടെ ഫാമിലി ലൈഫിൽ ട്രോമ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന, വല്ലാതെ നെഗറ്റീവായിട്ടൊക്കെ ഉള്ള ഒരവസ്ഥ കാണാറുണ്ട്. ശരിക്ക് ട്രോമ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അഡൾട്ടിൽ ഒക്കെ ബാധിച്ചിട്ടുള്ള, ചൈൽഡ്ഹുഡിലൊക്കെ ബാധിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കാലം കഴിഞ്ഞ് അഡോളസൻസ് പീരീഡ്, കൗമാരകാലത്തിലൂടെ കടന്നു പോന്ന് അഡൾട്ട്ഹുഡിലൂടെ എത്തി ഒരു ഫാമിലി ലൈഫ് നല്ല രൂപത്തിലൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലൂടെയൊക്കെ ആളുകൾ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വല്ലാത്തൊരു സ്റ്റേജൊക്കെ നമ്മൾ കാണാറുണ്ട്. സുഹൃത്തുക്കൾക്കിടയിൽ കാണാറുണ്ട്. ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ എന്താണ് നല്ല രീതിയിൽ നല്ല രൂപത്തിലൊക്കെ ചെയ്തു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പൊ ട്രോമ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ഈ ട്രോമ ബന്ധങ്ങളെയൊക്കെ ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിലുള്ള ഉത്തരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അല്ലെങ്കിൽ സുഖം പ്രാപിക്കാനുള്ള വഴികള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം
ഉറപ്പാക്കി എടുക്കുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് ട്രോമ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നമ്മളെ മനസ്സിലാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഓരോ വ്യക്തികളും എന്താണ് അവനവൻക്ക് ഇങ്ങനെ ഒരു ട്രോമയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രോമയും സ്ട്രെസ്സും ഒന്നാണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് ഒരു സ്ട്രെസ് ബാധിക്കുന്ന സമയമാകുമ്പോഴേക്ക് എനിക്ക് ട്രോമയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. സ്ട്രെസ് ബാധിക്കുമ്പോഴേക്ക് നമുക്ക് ട്രോമയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രോമയും സ്ട്രെസ്സും മനസ്സിലാക്കി എടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് എന്താണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വേർപിരിയല് സംഭവിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട ഒരാളുടെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ ബാല്യകാലത്ത് കേട്ട ഒരു അപമാനം അല്ലെങ്കിൽ ആരും അറിയാത്തൊരു മുറിവ്, ഇതൊക്കെയാണെന്ത് ട്രോമക്കുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് അത് ഓർക്കുന്ന സമയത്ത് മനസ്സ് തകരുന്നുണ്ടെങ്കിൽ അത് ട്രോമയാണ്. നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല, അത് ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തകരുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ത് എനിക്ക് ട്രോമ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവിടെയാണ് നമുക്ക് സ്ട്രെസ്സും ട്രോമയും തമ്മിൽ ഉള്ള വ്യത്യാസം പെട്ടെന്ന് നമുക്ക് താരതമ്യം ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. നേരെ മറിച്ച് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് വർഷങ്ങൾ കഴിയുന്നത് വരെയൊന്നും അത് കാത്തു നിൽക്കില്ല. നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സ് നമ്മളിലേക്ക് വരുന്നു. അതിന്റെ പോസിറ്റീവ് നമുക്ക് വരുന്നതോടുകൂടി എന്താണ് ആ ഒരു സ്ട്രെസ്സില് നമുക്ക് ചേഞ്ച് വരും, നമ്മൾ ഹാപ്പിയാവും. നേരെ മറിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു സംഭവം, ഒരു അപകടം, വേർപിരിയല്, പ്രിയപ്പെട്ട ഒരാളുടെ മരണം, ഇതൊക്കെ അതിന്റെ കാരണങ്ങളാണ്. ബാല്യകാലത്ത് കേട്ട ഒരു അപമാനം അല്ലെങ്കിൽ എന്താണ് ആരും അറിയാത്ത നമ്മളെ മനസ്സിൽ കിടക്കുന്ന ആരും അറിയാത്ത ഒരു മുറിവ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് എന്താണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഓർക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മളെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് തകരുന്നുണ്ടെങ്കിൽ എന്താണ് ആ വ്യക്തിക്ക് അവിടെ ട്രോമ ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഈ ട്രോമ എന്ന് പറയുന്നത് ഒരു സംഭവം മാത്രമല്ല. നമ്മള് പറയുന്നത് ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചതാണ്. ശരിക്ക് ഒരു സംഭവം മാത്രമല്ല ഈ ട്രോമ എന്ന് പറയുന്നത്. പിന്നെ എന്താ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സംഭവത്തോട് നമ്മുടെ മനസ്സും ശരീരവും തലച്ചോറും നൽകുന്ന ആഴത്തിലുള്ള ഒരു പ്രതികരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രോമ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്ക് ട്രോമ എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, ആ ഒരു നടന്ന സംഭവത്തോട് നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സും ശരീരവും തലച്ചോറും കൂടിയിട്ട് എന്താണ് ആഴത്തിലുള്ള ഒരു പ്രതികരണമാണെന്ത് ട്രോമ എന്ന് പറയുന്നത്. നേരത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെന്താണ് ഒന്നിച്ചൊരു അപകടത്തിൽ പെട്ടു. ഒരാളെന്താണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്താണ് സാധാരണ ജീവിതത്തിലേക്ക് ആ ഒരു അപകടത്തിന്റെ കാര്യങ്ങളൊക്കെ മറന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. മറ്റൊരാൾക്ക് ആ അപകടത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് എന്താണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് ആ സംഭവത്തിന്റെ ഭയത്തിൽ ജീവിക്കും. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ് രണ്ടുപേർക്കും ഒരേ സംഭവമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ സംഭവത്തിലല്ല അവിടെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഞാൻ കണ്ട അതേ അപകടം തന്നെയാണെന്ത് മറ്റൊരാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും കണ്ടത്. സംഭവം എന്താണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്, സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ് നമ്മുടെ മനസ്സ് എങ്ങനെ അനുഭവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സും ശരീരവും തലച്ചോറും പ്രതികരിക്കുന്ന പ്രതികരണത്തെയാണെന്ത് ട്രോമ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സ് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ അനുഭവിച്ചു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് സ്ട്രെസ് നമ്മൾ തളർത്തും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് ആ തളർച്ച നമ്മൾ എന്താണ് പെട്ടെന്ന് ഒരു പോസിറ്റീവ് സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുന്നതോടുകൂടി എന്താണ് നമ്മൾ ഹാപ്പിയാവും. പക്ഷെ ട്രോമ ബാധിച്ച ഒരാൾ അവിടെ എന്താ സംഭവിക്കുന്നത് ആ വ്യക്തിയെ തന്നെ ഈ ട്രോമ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് മാറിപ്പോകും. നമ്മളൊരു പോസിറ്റീവ് ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അത് മാറിപ്പോകും. പക്ഷെ ട്രോമ എന്ന് പറയുമ്പോൾ എന്താണ് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ വർഷങ്ങളോളം ജീവിതത്തെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്ക് നമ്മൾ ഈ ട്രോമ ശരീരത്തെ മാത്രമാണോ ബാധിക്കുന്നത്,
മനസ്സിനെ മാത്രമാണോ ബാധിക്കണത് എന്ന് ചോദിച്ച് സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതോടൊപ്പം എന്താണ് തലച്ചോറിനെയും ഏത് ബാധിക്കുന്നുണ്ട്? ശരിക്കും ട്രോമ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയണത്. നമ്മുടെ തലച്ചോറിൽ നിന്നൊരു അപകട സൂചന, ഒരു അലാരം ലഭിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഓർമ്മകളെ ക്രമീകരിക്കാറുണ്ട്. ചിന്തയും തീരുമാനവും ഒക്കെ എന്താണ് നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ തലച്ചോറിൽ. അപ്പൊ ട്രോമയ്ക്ക് ശേഷം എന്താണ് പിന്നെ അമിതമായിട്ട് ഒരു പ്രവർത്തനം, ട്രോമയ്ക്ക് ശേഷം അമിതമായിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു അലാരം അടിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു ചെറിയ ശബ്ദം പോലും എന്താണ് ഈ അലാരം അടിക്കുന്നതോടുകൂടി എന്താണ് ഒരു ചെറിയ ശബ്ദം പോലും എന്താണ് ഈ ട്രോമയ്ക്ക് ശേഷം വലിയ അപകടമായിട്ടൊക്കെ എന്താണ് നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരം 4 രീതിയിൽ പ്രതികരിക്കും എന്ന് പറയാറുണ്ട്. നേരിടുക, ഫൈറ്റ് ചെയ്യുക, നേരിടുക എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഫ്ലൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ശരീരം എന്താണ് അത് ഓടിപ്പോവുക, അല്ലെങ്കിൽ എന്താണ് ഫ്രീസ് ചെയ്യുക, അനങ്ങാതെ എന്ത് ചെയ്യുക, നിൽക്കുക എന്ന് പറയാറുണ്ട്. അല്ലെങ്കിലോ ഫാം, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് സുരക്ഷ നേടുക. അപകടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം 4 രീതിയിൽ പ്രതികരിക്കും എന്ന് പറയാറുണ്ട്. ഒന്നെന്താണ് അല്ലെങ്കിൽ അതിനെ നേരിടും, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഓടിപ്പോകും, അല്ലെങ്കിൽ എന്താണ് അവിടെ ഫ്രീസ് ചെയ്യുക, അനങ്ങാതെ നിൽക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് അവിടെ സുരക്ഷ തേടുക. ഇവയെല്ലാം തന്നെ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട് എന്നാണ്. ശരിക്ക് ഈ ട്രോമ എന്ന് പറയുന്നത്, നമ്മളിപ്പം ട്രോമ ബാധിച്ച ആള് ട്രോമ ജീവിതത്തിന്റെ ഒരു അവസാനാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പലരിലും ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്താണ് ഇനി ഇതിന് ഒരു മാറ്റം എനിക്ക് ലഭിക്കുവോ, അല്ലെങ്കിൽ എന്താണ് മാറ്റം എനിക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എന്താണ് നമ്മൾ പലരിലും കാണാറുണ്ട്. ട്രോമ എന്താണ് ജീവിതത്തിന്റെ ഒരു അവസാനം എന്നല്ല. നമ്മൾ ഈ പറയുന്ന ട്രോമ എന്ന് പറയുന്നത് എന്താണ് ശരിക്ക് ജീവിതത്തിന്റെ ഒരു അവസാനമല്ല. ശരിക്കും എന്താണ് ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെ വേഗത്തിൽ എന്താണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ മനസ്സിന്റെ മുറിവുകൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ആ ഒരു മുറിവിനെ നമുക്ക് നോക്കി കാണാൻ പറ്റും. പക്ഷെ മനസ്സിന്റെ മുറിവുകൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താണ് അവ സുഖപ്പെടും. നമ്മൾ ചെയ്യേണ്ട എന്താണ് സഹായം തേടുക എന്നുള്ളതാണ്. മടിക്കാതെ സഹായം തേടുക. തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളെ കേൾക്കുന്നവരോട് നമ്മൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ സഹായം തേടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പ്രത്യാശ കൈവിടാതിരിക്കുക എന്നുള്ളത്. മനസ്സിലെ മുറിവുകളൊക്കെ മറക്കാതെ അവയെ മനസ്സിലാക്കി സുഖപ്പെടുത്തുമ്പോഴാണെന്ത് യഥാർത്ഥത്തിലുള്ള ഒരു രോഗമുക്തി നമ്മളിൽ എന്താണ് ആരംഭിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. സാധാരണ പലരിലും നമ്മൾ കാണാറുണ്ട് ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കടക്കുന്നുള്ളത് എനിക്ക് തോന്നണില്ല, എനിക്ക് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമുക്ക് അവർക്ക് പുറത്ത് കിടക്കൂലേ, അല്ലെങ്കിൽ ഈ ആളുകൾ എന്നും ഈ ഒരു സിറ്റുവേഷൻ കൂടി തന്നെയാണോ കടന്നു പോവുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അവരുടെ മൈൻഡിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് ആണത്. ശരിക്കും എന്താണ് ഞാനിതിന്ന് രക്ഷപ്പെടൂല, പിന്നെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് എന്താണ് പലരിലും വന്നതായിട്ട് നമ്മൾ എന്താണ് കാണാറുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ട്രോമ എന്ന് പറയുന്നത് വലിയൊരു അപകടമോ പിന്നെ അല്ലെങ്കിൽ എന്താണ് വലിയൊരു ദുരന്തോ ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഒരാളോട് പറയണത് നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വാചകം പോലും എന്താണ് നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ഒരു വ്യക്തിയുടെ എന്താണ് ആത്മവിശ്വാസത്തെ തകർക്കുന്ന ട്രോമയായിട്ട് എന്താണ് നമുക്ക് കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്താണ് അപ്പൊ നമ്മളിൽ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരിക്കലെങ്കിലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സംഭവം ഓർക്കുന്ന സമയത്ത് ഇന്നും നമ്മൾ വേദനിക്കുന്നുണ്ടോ? ചില സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചില ആളുകളെയോ ഇന്നും നമ്മളെ
ആ സംഭവം ഓർമ്മിപ്പിക്കാറുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അതെ എന്നാണ് നമുക്ക് ഉത്തരം എങ്കിൽ നമുക്ക് എന്താണ് ഇന്നത്തെ ഈ സെഷൻ എന്താണ് നമുക്ക് ഏറെ ഉപകാരപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 2-3 ചോദ്യങ്ങളാണ് പറഞ്ഞത്. അതായത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്താണ് മറക്കാൻ കഴിയാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആ സംഭവം ഓർക്കുമ്പോ ഇന്നും മനസ്സ് വേദനിക്കാറുണ്ടോ? ചില സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചില ആളുകളെയോ ഇന്നും ആ സംഭവം എന്താണ് ഓർമ്മിപ്പിക്കാറുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും എന്താണ് നമുക്ക് ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വെബിനാർ നമ്മളിൽ ഓരോരുത്തർക്കും എന്താണ് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വ ബോധം തകരുക, മനസ്സിനും ശരീരത്തിനും അതിനെ നേരിടാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു വ്യക്തിയിലൂടെ കടന്നു പോകുന്നു എങ്കിൽ ആ വ്യക്തി എന്താണ് ട്രോമയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ട്രോമ എന്താണ് ഒരു സംഭവമല്ല. ആ സംഭവത്തോടുള്ള നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, തലച്ചോറിന്റെ പ്രകടനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രോമ എന്ന് പറയണത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മളെന്താണ് ജോലിയിലുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, പരീക്ഷയിലുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സാധാരണ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താണ് സ്ട്രെസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. പക്ഷെ അതെന്താണ് ട്രോമയല്ല. പക്ഷെ സാധാരണ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. കാരണം പരീക്ഷയിൽ ഒന്നും എഴുതാൻ കിട്ടാത്തൊരു കുട്ടിക്ക് അല്ലെങ്കിൽ എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എന്താണ് ഒരു 10-ൽ താഴെ മാർക്ക് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണെന്ത് ആ ഒരു പരീക്ഷ കടന്നു പോയതെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് എന്താണ് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിരുത്തി പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജോലിയിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ജോലി തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ ജോലിയെ മാറ്റി അടുത്തൊരു ജോലിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ആ ഒരു സ്ട്രെസ് അവിടുത്തെ കുറയും. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി പിടിച്ച് അതിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ എന്താവും ആ വ്യക്തി അതിൽ മാറും. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് അതിൽ നിന്ന് ഈ സ്ട്രെസ് എന്ന് പറയുന്നതിൽ എന്താണ് നെഗറ്റീവ് ഉള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പോസിറ്റീവ് ഉള്ള സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ട്രോമ എന്താണ് ജീവിതം തന്നെ മാറിപ്പോകുന്ന ഒരു അനുഭവമായിട്ട് ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അവരിൽ പ്രത്യേകിച്ച് ഞാൻ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ലോകം തന്നെ സുരക്ഷിതമല്ല എന്ന് പോലും തോന്നി തുടങ്ങുന്നതായിട്ട് പല കേസുകളിലും നമ്മൾ കാണാറുണ്ട്. കൂടെയുള്ള ആളുകൾ എന്താണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാറുണ്ട്. അവർക്ക് അവരെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ എന്താണ് അവരിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സംഭവമാണോ അല്ലെങ്കിൽ അതിന്റെ ഓർമ്മകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണ്? ഒരു സംഭവമാണോ അല്ലെങ്കിൽ ആ നടന്നിട്ടുള്ള സംഭവമാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഓർമ്മകളാണോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ആർക്കെങ്കിലും ഒരു ആൻസർ പറയാൻ പറ്റുമോ? ഹലോ, കൂടുതലും വേദനിപ്പിക്കുന്നത് ഓർമ്മകളെയാണോ സിറ്റുവേഷനെയാണോ? അതെ, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ വീണ്ടും വീണ്ടും എന്താണ് ഓർമ്മ പലരിലും ട്രോമ ബാധിച്ചിട്ടുള്ള ആളുകൾ കൂടിയൊക്കെ എന്താണ് പലരിലും നമ്മൾ ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് PTSD കാണാൻ പറ്റും എന്നുള്ളതാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ശരിക്ക് ഈ PTSD എന്ന് പറയുമ്പോൾ ഒരു ട്രോമയാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കത് ട്രോമ മാത്രമല്ല, ട്രോമയിൽ സംഭവിച്ചിട്ടുള്ള ഒരു മാനസിക രോഗം കൂടിയായിട്ട് എന്താണ് നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. ശരിയായ രീതിയിലുള്ള എന്താണ് ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ
സിറ്റൗട്ടിൽ എന്താണ് ചെറുതായിട്ടൊന്ന് തട്ടി വീണാൽ പോലും അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സംഭവം എന്താണ് മനസ്സിലേക്ക് കടന്നു വന്ന് വല്ലാതെ പാനിക് ആവുന്ന അവസ്ഥയൊക്കെ PTSD ബാധിച്ച ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രോമ എന്നത് സാധാരണമായിട്ടുള്ള ഒരു അനുഭവത്തോടു കൂടെയുള്ള മനുഷ്യന്റെ ശരീരത്തെയും അതേപോലെ തന്നെ എന്താണ് മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന, തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന എന്താണ് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് നമുക്ക് ഈ ട്രോമയെ കണക്കാക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ട്രോമ ബാധിച്ച ഒരാള് അവനവന്റെ സ്വയം കാര്യങ്ങൾ പോലും എന്താണ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ കഴിയാതെ പലരും ഈ ട്രോമ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരാറുണ്ട് എന്ത് വലിയൊരു അപകടം, അല്ലെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ എന്താണ് പ്രകൃതി ദുരന്തം, അല്ലെങ്കിൽ ഏതോ സമയങ്ങളിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മറക്കാൻ കഴിയാത്ത അവർ മാനസികമായിട്ട് അത്രയും അനുഭവിച്ചിട്ടുള്ള അബ്യൂസുകൾ. ചിലര് ജീവിതത്തില് വലിയ തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും നേരിട്ടിട്ടില്ലെങ്കിലും ബാല്യകാലത്ത് ഇനി ഇത്രയും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വലിയ ദുരന്തങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല എങ്കിലും എന്താണ് ബാല്യകാലത്ത് അനുഭവിച്ചിട്ടുള്ള അവഗണന, അല്ലെങ്കിൽ സ്നേഹക്കുറവ്, അല്ലെങ്കിൽ അപമാനം, തുടർച്ചയായിട്ടുള്ള ഭയം ഒക്കെ വ്യക്തിയുടെ ജീവിതത്തെയും ആഴത്തിൽ എന്താണ് ഈ ഒരു ട്രോമ സ്വാധീനിച്ചേക്കാം എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളെ മനസ്സിനോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഓരോരുത്തരും അവനവന്റെ മനസ്സിനോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഈ ട്രോമ എന്താണ്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എന്താണ് എങ്ങനെ സുഖം പ്രാപിക്കാം എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ വെബിനാറിൽ നിന്ന് നമുക്ക് അതിന്റെ ആൻസറുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ 2-3 ചോദ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഉത്തരം മനസ്സിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഓർക്കുമ്പോൾ വേദന തോന്നുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആ സംഭവത്തെ കുറിച്ച് സംസാരിക്കാന് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ചില ആളുകളെയോ സ്ഥലങ്ങളെയോ കാണുമ്പോൾ ആ പഴയ ഓർമ്മകള് തിരികെ വരാറുണ്ടോ? ഈ ചോദ്യങ്ങള് ഏതെങ്കിലും ഒന്നിന് അതെ എന്നാണ് ആൻസർ വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വെബിനാർ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഒരു യഥാർത്ഥ ജീവിതത്തിലുള്ള ഒരു കേസ് കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. ഒരു 30 വയസ്സുള്ള ഒരു യുവതി, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ആൻസൈറ്റി ആയിരുന്നു. ഈ ആൻസൈറ്റി കാരണം ഈ യുവതിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ചെറിയ ശബ്ദം കേട്ടാൽ പോലും എന്ത് ചെയ്യുക, അവർ പേടിക്കും. ചെറിയൊരു തട്ടലോ മുട്ടലോ കേട്ട് കഴിഞ്ഞാൽ എന്താണ് അവർ പേടിക്കുന്ന എല്ലാ ആളുകളെയും എന്താണ് അവർക്ക് സംശയമാണ്. കുറച്ച് സെഷനുകൾക്ക് ശേഷം ഞാന് അവരുടെ ബാല്യകാല അനുഭവങ്ങൾ പങ്കുവെച്ചു. അവർ പറഞ്ഞത് അച്ഛൻ വളരെ ദേഷ്യക്കാരനായിരുന്നു, വീട്ടിലെ ദിവസവും വഴക്കായിരുന്നു, അമ്മയെ മർദ്ദിക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്, ആരോടും തന്റെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണ് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് 30 വയസ്സായിട്ടും എന്താണ് ആ പെൺകുട്ടിയുടെ ശരീരം ഇന്നും ആ ഒരു 8 വയസ്സുകാരിയുടെ, ആ ഒരു സമയത്ത് അവർക്ക് 8 വയസ്സ് പ്രായമായിരുന്നു, ആ 8 വയസ്സുകാരിയുടെ ഭയത്തോടെയാണെന്ന് പ്രതികരിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതാണ് ട്രോമയുടെ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്, അതങ്ങോട്ട് മറന്നാ മതി, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതിനങ്ങനെ ഓർത്ത് നടന്നിട്ടാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ കടന്നു കൂടിയിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ശരിക്ക് നമ്മളവിടെ മറക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർത്ത് നടക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രോമ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസ് കേൾക്കുമ്പോൾ മനസ്സിലാവും അവർ വന്നത് എന്താണ്, ആൻസൈറ്റിയുടെ പ്രശ്നം പറഞ്ഞാണ് അവര് വന്നത്. രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. മെയിൻ പ്രശ്നം അതാണ്. ചെറിയ ശബ്ദം കേട്ടാൽ പോലും എന്താണ് അവര് പേടിക്കുന്നു.
എല്ലാ ആളുകളെയും അവര് സംശയത്തോടെ കാണുന്നു. കുറച്ച് സെഷനുകൾക്ക് ശേഷമാണ് എന്ത് അവരുമായിട്ട് ആഴത്തിൽ സംസാരിച്ചപ്പോഴാണ് നമുക്ക് ആ ഒരു ബാല്യകാല അനുഭവങ്ങൾ കൂടി എന്താണ് അവര് പങ്കുവെക്കാൻ തുടങ്ങിയത്. അവരിൽ നിന്ന് കേട്ടതാണ് എന്ത് അച്ഛൻ വളരെ ദേഷ്യക്കാരനായിരുന്നു, വീട്ടിൽ ദിവസവും വഴക്കില്ലാത്ത ദിവസങ്ങൾ കുറവായിരുന്നു, അമ്മയെ മർദ്ദിക്കുന്നത് പലതവണ ഈ ഒരു കുട്ടി 8 വയസ്സുകാരി കണ്ടിട്ടുണ്ടായിരുന്നു. ആരോട് എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് എന്നതിലുപരി ഒന്ന് തുറന്ന് കരയാനോ അല്ലെങ്കിൽ ഈ കാര്യം ആരെയും മറയിക്കാനോ എന്താണ് ആ 8 വയസ്സുകാരിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് 30 വയസ്സായിട്ടും അവളുടെ ശരീരം എന്താണ് ഇന്നും ആ കാണുന്നത് ആ 8 വയസ്സുകാരുടെ ഒരു ഭയത്തോടെയാണെന്ത് ആ ഒരു മൈൻഡില് ഇത്രയും നാളുകളായിട്ടും ആ 8 വയസ്സുകാരുടെ ഭയത്തോടെ ആ ഒരു മൈൻഡും ശരീരവും അതേപോലെ പ്രവർത്തിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതാണെന്ത് ഒരു ട്രോമയുടെ ഒരു വ്യക്തിയിൽ ഒരു ട്രോമയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിക്കുകയാണെന്ത് ഒരു ചോദ്യം ചോദിക്കണം, ഈ ട്രോമ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കും എന്നുള്ളത്. അതിന് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ സംഭവം രണ്ടാളുകൾ അനുഭവിച്ചാലും ഒരാൾ വേഗത്തിൽ എന്താണ് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും, മറ്റൊരാൾക്ക് വർഷങ്ങളോളം അതിന്റെ സ്വാധീനം അനുഭവപ്പെടാം എന്നാണ്. അപ്പൊ ഇതിനുള്ള ഒരു കാരണം പറയുന്നത് വ്യക്തിയുടെ പ്രായം ഒരു കാരണമാണ്, വ്യക്തിത്വം, കുടുംബത്തിന്റെ പിന്തുണ, മുൻകാല അനുഭവങ്ങള്, സുരക്ഷിതമായിട്ടുള്ള ബന്ധങ്ങള്, മാനസിക പ്രതിരോധ ശേഷി, ഇതൊക്കെ എന്താണ് ഇതിന് കാരണങ്ങളാണ്. അപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്നപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ അപകടത്തിലാണ് പെട്ടത്, എന്താണ് മറ്റേ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം? അപ്പൊ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട എന്താണ് ആ സംഭവം അല്ല അവിടെ പ്രശ്നം, ആ സംഭവത്തില് നമ്മളെ ശരീരവും മനസ്സും എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ഈ ഒരു ട്രോമയിലേക്ക് ആ വ്യക്തി എത്തിപ്പെട്ടത് എന്നാണ് പറയാനുള്ളത്. അപ്പൊ ട്രോമ എന്തുകൊണ്ട് മനസ്സിലാക്കണം എന്ന് ചോദിക്കുമ്പോൾ കാരണം എന്താണ്, ചികിത്സിക്കാതെ പോകുന്ന ട്രോമ പല രൂപത്തില് പുറത്തു വരുന്നുള്ളതാണ്. നമ്മള് ട്രോമ എന്തുകൊണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ട്രോമ എന്തുകൊണ്ട് ചികിത്സിക്കണം. ഈ പണ്ടത്തെ പേടി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ അതിന് ചികിത്സ തേടണോ എന്നുള്ള പല ചോദ്യങ്ങളും പലരിൽ നിന്നും പലർക്കും വന്നതായിട്ട് പല കേസുകളിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ട്രോമയെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്, കാരണം ചികിത്സിക്കാതെ പോകുന്ന ട്രോമ പല രൂപത്തില് പുറത്തു വരും. അപ്പൊ ഏത് രൂപത്തിലൊക്കെയാണ് ഈ ചികിത്സിക്കാതെ പോകുന്ന ട്രോമ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ദേഷ്യമായിട്ട് പലരിൽ എന്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്താണ് പൊട്ടിത്തെറിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ പൊട്ടിത്തെറിച്ചതിന് ശേഷമായിരിക്കും എന്ത് അവർക്ക് തന്നെ തോന്നുക ഞാൻ കുറച്ച് ഓവറായോ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടത് എന്നുള്ളത് അവർ സ്വയം പറയുന്നതോ സ്വയം ചോദിക്കുന്നതോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് വിഷാദമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആ വ്യക്തികളെ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഉത്കണ്ഠ, ആൻസൈറ്റി നമ്മൾ ആ വ്യക്തിയിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് അഡിക്ഷൻ, ലഹരിയാസക്തി കാണാറുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ എന്താണ് കുട്ടികളെ വളർത്തുന്നതിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് കാണാറുണ്ട്. ചില അമ്മമാർക്കൊക്കെ എന്താണ് കുട്ടികളെ നമ്മളൊരു നല്ല പാരന്റിങ് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് കാണാറുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങള്, വേദനകളൊക്കെ എന്താണ് കുട്ടികളുടെ മേലിൽ തീർക്കുന്നതായിട്ട് പല പേരൻസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ എല്ലാരിലും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചില ഹലോ മാം, കേസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പറഞ്ഞോളൂ. എന്താ ഉണ്ടായിരുന്ന ഒരു ഭയമാണ്. ആ. ഒരു 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കണ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഭയമാണ്. ഫാമിലി ആയിട്ട് ഒരു യാത്ര പോവായിരുന്നു. യാത്ര പോകാൻ ടൈമിൽ വണ്ടി ആക്സിഡന്റ് ആയി. ഫാദറാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇന്നും ഫാദറോ നമ്മളെ വീട്ടില് ഫാദറോ ബ്രദറോ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ ഇരിക്കാനും ഭയമാണ്. പക്ഷെ പുറത്തുള്ള ആൾക്കാർ ആര് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഭയം ഉണ്ടാവാറില്ല. ഉണ്ടാവാറില്ല. അപ്പൊ ആ വീട്ടിലുള്ള ഒരു ആളുകൾ സമയത്ത് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഓർമ്മ വരുന്നത് ആ ഒരു സിറ്റുവേഷനെയാണോ ഓർമ്മ വരുന്നത്, അതോ ആ ഒരു ഓർമ്മയാണോ വരുന്നത്? എന്താണ് അവിടെ തോന്നണത്? എന്താണ് ഒരു ഫാദറാണ് അപകടം? വണ്ടി അന്ന് ആക്സിഡന്റ് ആയതാണ്.
ഫാദറാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആ ടൈമിലാവുമ്പോ ആ വണ്ടിയിൽ കയറാൻ ഭയമാണ്. കാരണം അന്നുണ്ടായ ആ ഭയം മനസ്സിൽ നിന്നും ഭയം. പതിഞ്ഞു അപ്പൊ ഇനിയും കിടക്കുന്നു. പതിഞ്ഞു ഇനിയും കിടക്കുന്നു. അത് ഇനിയും അതുപോലുള്ള ആ ആക്സിഡന്റ് വരുമോ എന്നുള്ള ഒരു ഭയം. അതാണ്. ബ്രദർ വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെയാണ് തോന്നിക്കുക. ഉം. പുറത്തുള്ള ആരുടെ വണ്ടിയിൽ കയറുന്ന സമയത്തും ആ ഒരു പ്രശ്നമല്ല. ഇല്ല ആ പ്രശ്നമല്ല. ഇല്ല, പ്രശ്നമല്ല. ഉം. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാല് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന്നും പിന്നെ ഇപ്പൊ കുട്ടിയില് സംഭവിച്ച 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ 10 വയസ്സുണ്ടാവും. അന്ന് സംഭവിച്ച ഒരാളില് ഇതുവരെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു ട്രോമ അവിടെ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇല്ലേ, ഇതിനെ ഞാനൊന്ന് തുറന്ന് സംസാരിക്കേണ്ടതുണ്ടോ, ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയം ആരോടെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിൽ ഇപ്പോഴും അതേപടി കിടക്കുന്നുണ്ട് അല്ലെ? അതെ ഉണ്ട്. ഉണ്ട്. അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പറഞ്ഞു എന്ത്, കുടുംബത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുൻകാല അനുഭവങ്ങള്, ആ അനുഭവം നമ്മളിനി നമ്മുടെ മനസ്സിൽ ആ ഒരു ഈ ഫാദറിന്റെ വണ്ടിയിൽ കയറാന് അല്ലെങ്കിൽ ബ്രദറിന്റെ വണ്ടിയിൽ കയറാന് ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവത്തിലൂടെ കടന്ന് പോവുക എന്നതിലുപരി ഇനിയും അവരുടെ വണ്ടിയിൽ കയറാതിരിക്കുക, അല്ലെങ്കിൽ കയറുമ്പല്ല ഒരു നെഞ്ചിടിപ്പ് എന്നുള്ളതിലുപരി അവിടെ സംഭവിക്കുന്നത് ശരിക്കും എന്താണ്, ഒരു ആൻസൈറ്റി കൂടി എന്താണ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പേടി, ഭയം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്നൊരു മാറ്റാണ് ആഗ്രഹിക്കേണ്ടത്. അപ്പൊ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ പറ്റും? ഒന്നാമത് ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഒന്ന് തുറന്ന് സംസാരിക്കുക. അന്നുണ്ടായ ഒരു അനുഭവം വീണ്ടും ഉണ്ടാവണമെന്നില്ല. അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, വീണ്ടും എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ മറ്റു വണ്ടികളിലൊക്കെ എന്താണ് മാറി മാറി ഞാൻ കയറിയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10 വയസ്സായ ഒരു കുട്ടിയായ സമയത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷന് ഞാൻ അനുഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം എന്നില്ല. ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ മാറി മാറി ഓരോ വണ്ടിയിലും കയറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊന്നും ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ഫാദറിന്റെ വണ്ടിയിലാണെങ്കിലും ബ്രദറിന്റെ വണ്ടിയിലാണെങ്കിലും കയറി കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനില്ല എന്നുള്ള രൂപത്തില് നമ്മളുടെ മൈൻഡിനെ ആദ്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് നല്ലൊരു പരിഹാരമാണ്. സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത് ഒന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് ചെറിയ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നതുമാണ്. ഇനി ഇതിൽ നിന്നൊന്നും നമുക്ക് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജിലൂടെ എത്തുമ്പോഴാണ് നമ്മൾ കൗൺസിലിങ്ങിലേക്ക് പോകുന്നതും സൈക്കോതെറാപ്പിയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയി. ഹലോ മാം, ഒരു ഓ കേസ് ഉണ്ട്. ഇപ്പൊ ട്രോമയെ കുറിച്ച് മാം പറഞ്ഞല്ലോ. അതില് ഒരു 13 വയസ്സിലുള്ള ഒരു കുട്ടീൻ്റെ ഒരു കാര്യം പറയാം. 13ാമത്തെ വയസ്സിൽ കുട്ടിക്ക് ഒരു നല്ല രീതിയിൽ പഠിച്ച് പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു 13 വയസ്സായ സമയത്ത് ഒരാളോട് ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഇഷ്ടം തുറന്ന് പറഞ്ഞപ്പം അവിടെ ഒരു റിജക്ഷൻ പറഞ്ഞു. അതുവരെ നല്ല ഫ്രണ്ട്സുമായിട്ട് നല്ല ചില്ലായിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം തോന്നി പറഞ്ഞപ്പം ആ വ്യക്തി അത് നിരസിച്ചു. അപ്പോൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ടും ഒരു അഫെയറിന് ഇത് കൊടുക്കാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടി ആദ്യമായിട്ട് ഒരാളോട് പറഞ്ഞപ്പം അയാളത് നിരസിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ആ കുട്ടിക്ക്
ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ 13-ാമത്തെ വയസ്സിലുണ്ടായ സംഭവം ഇപ്പോൾ ഒരു 31 വയസ്സായിട്ടും അവരിലുണ്ടായ പ്രോബ്ലംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, പിന്നെ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, മനസ്സിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോവാ. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക, എന്നിട്ട് അല്ലെങ്കിൽ അത് തെറ്റാണോ എന്നുള്ളൊരു തോന്നല്, ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇത് നമുക്ക് അതിന്റെ ഒരു ട്രോമ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ആ കുട്ടി ഈ ഇപ്പൊ ഒരു പാർട്ട്ണറുമായിട്ടാണോ ജീവിക്കുന്നത്, അതോ? അതെ അതെ, കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ആ കുട്ടി അത് പരമാവധി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോബ്ലം പരമാവധി മറച്ചു വെക്കാനും ആ കുട്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ കഴിയുന്നില്ല. ആ ശരിക്കും ചിന്ത പോലും ആ കുട്ടീനെ ഡിസ്റ്റർബ്ഡ് ആക്കും. ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ആള് ഡിസ്റ്റർബ്ഡ് ആണ്. ശരിക്ക് അവിടെ നടന്നിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡൻസ് ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കതിനെ ഒരു ബാല്യകാല ട്രോമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും അത് അവിടെ നടന്നിട്ടുള്ള ഒരു അവോയ്ഡൻസ് ആണ്, ഒരു അവഗണന. ഈ അവഗണനയും നമുക്കൊരു ട്രോമയുടെ പരിധിയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് ശരിക്ക് ആദ്യമായിട്ട് ആ കുട്ടി ചെയ്യേണ്ടത് എന്ന് പറയുമ്പം ആ ഒരു സംഭവത്തെ ഒന്ന് മനസ്സിൽ കണ്ട്, ഇപ്പോഴും അവർക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പിന്നെ അല്ലെങ്കിൽ എന്താണ് അന്നത്തെ ആ ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡൻസ് ഇപ്പോഴും അവർ ആ ഒരു മൈൻഡിലൂടെ കൊണ്ടുപോകുന്നുണ്ടാവും. കാരണം എന്ന് പറയുമ്പോൾ 13-ാമത്തെ വയസ്സാണെന്നുണ്ടെങ്കിലും അത്രയും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചോദിച്ചൊരു ചോദ്യം പെട്ടെന്ന് ആ ഒരു വ്യക്തി അത് റിജക്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ആ ഒരു നിപ്പില് പറ്റില്ല എന്നുള്ള ഒരു വാക്ക് അവരിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് അവോയ്ഡൻസ് അവിടെ നടക്കുന്ന സമയത്ത് ഒരു അവഗണന അവിടെ സംഭവിച്ചു. പക്ഷെ ആ ഒരു അവഗണന ഇന്ന് 31 വയസ്സായിട്ടും ആ ഒരു വ്യക്തിയിൽ നീണ്ടുപോകുന്നു. അവർക്കൊരു നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് വർഷങ്ങളോളം അവരോടൊപ്പം ഒരു ട്രോമ സഞ്ചരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയായിട്ടുള്ള ഒരു സഹായം ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും വർഷങ്ങൾ പഴക്കമുള്ള മുറിവുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് സുഖം പ്രാപിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത്. ആദ്യമായിട്ട് അവര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ സാധാരണ വലിയ സെഷനിക്കൊന്നും നമ്മൾ പോയിട്ടില്ല, അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ആ ഒരു വിഷയം അവർക്ക് വിശ്വാസമുള്ള അവർക്കൊരു സപ്പോർട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാളില് ആ ഒരു കാര്യം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവർ തുറന്ന് സംസാരിക്കുമ്പോൾ അവരൊറ്റക്ക് അനുഭവിക്കുന്ന ആ ഒരു മാനസിക വേദന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡൻസ് ഒന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 50% കൂടുതൽ മാറ്റം വരും എന്നുള്ളതാണ്. കാരണം നമ്മളെ മനസ്സിനോട് മറ്റൊരാള് ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്, അന്നത്തെ ആ ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡൻസ് അവരുടെ മൈൻഡിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ഇപ്പോഴും ചിലപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി ആയിട്ടുള്ള നല്ലൊരു ബന്ധം കൊണ്ടുപോകാൻ പറ്റാത്തത്. ചിലപ്പോൾ മക്കളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു പാരന്റിങ് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നത് ഇതിന്റെയൊക്കെ ഒരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കും എന്ന് ഉള്ള ഒരാളോട് ഈ ഒരു കാര്യം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് തുറന്ന് സംസാരിച്ചത് കൊണ്ട് പ്രശ്നമാവുന്ന രീതിയിലേക്കുള്ള സംസാരമല്ല, അവർക്കൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ള രീതിക്കുള്ള ഒരു സംസാരം. അതിനുശേഷം ആ ഒരു സംഭവിച്ചിട്ടുള്ള ആ ഒരു അവോയ്ഡൻസിനെ അവരൊന്ന് ഹീൽ ചെയ്ത് കളയുകയാണെങ്കിൽ, നമ്മളൊന്ന് വാഷ് ചെയ്യുക, നമ്മളുടെ മനസ്സിനൊന്ന് വാഷ് ചെയ്യുക. ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിനെ വാഷ് ചെയ്യുകയാണല്ലോ അവിടെ നടക്കുന്നത്.
ആ ഒരു പ്രവൃത്തി കൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരാൻ പറ്റും. അതുപോലെ ഈ വ്യക്തികളിൽ ചില സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്രഷനോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. കാരണം നമ്മൾ വലിയൊരു കൗൺസിലിംഗ് സെഷനിലേക്കൊന്നും പോവാതെ തന്നെ ചിലപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കിയെടുക്കാനും എനിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ഒരു മുറിവ് കൊണ്ട് നടക്കേണ്ട ഒരാളാണോ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു മുറിവ് അന്നത്തിൽ അയാൾ അത് മറന്നുപോയോ, ഞാൻ മാത്രമാണോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് എന്താണ് അതിന് പുറത്ത് കിടക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ആൻസൈറ്റിയോ ഡിപ്രഷനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ ആ വ്യക്തി എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിക്കും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വരാനും അവർക്ക് നല്ലൊരു ഫാമിലിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ എന്താണ് നമുക്ക് പറ്റും എന്നുള്ളതാണ്. ക്ലിയർ ആണോ സാർ? ഓക്കെ, ക്ലിയർ ആണ്, താങ്ക് യു. പിന്നെ അതേപോലെ ഇപ്പോൾ ഒരേ സിറ്റുവേഷനിൽ ഉണ്ടായ രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് ട്രോമ ആവുകയും മറ്റേ അത് എഫക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ മാം. അപ്പൊ ആ ഒരു വിഷയം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ രണ്ട് കുട്ടികൾ, ഇപ്പോൾ ഒരു വീട്ടിലുള്ള രണ്ട് കുട്ടികൾ ഒരു മൂവി കാണുകയാണ്, ഒരു ഹൊറർ മൂവി കാണുകയാണെങ്കിൽ അവർ കാണുന്ന സമയത്ത് ഒരു കുട്ടി അതിലേക്ക് മനസ്സും ശരീരവും പൂർണ്ണമായും ശ്രദ്ധിച്ചിട്ട് ഇതൊരു പ്രേതത്തിന്റെ സിനിമയാണ് ഞാൻ കാണാൻ പോകുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ കാണുമ്പോൾ ആ ഒരു മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അതിൽ ഓരോ നിമിഷത്തിൽ ഓരോ സൗണ്ട് പോലും ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ആ കുട്ടിയിൽ ചിലപ്പം അതൊരു പേടിയായിട്ട് ഉള്ളിലേക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. നേരെ മറിച്ച് ഓപ്പോസിറ്റ് അതേ തൊട്ടടുത്ത ചെയറിലിരിക്കുന്ന കുട്ടി സിനിമ കാണാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ മൈൻഡിൽ ചിലപ്പോൾ ഇപ്പുറത്തുനിന്ന് ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാളെ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ചിന്തിച്ചിട്ട് ഇതിലേക്ക് നോക്കുക മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞത്, ആ ഒരു സംഭവം അല്ല അവിടെ പ്രസക്തി, നമ്മുടെ മനസ്സും ശരീരത്തിന്റെയും പ്രതികരണത്തിലാണെന്ത് നമ്മള് ട്രോമക്കുള്ള ഒരു പ്രസക്തി അവിടെ കാണുന്നത്. അപ്പൊ ഈ ട്രോമ എന്താണ്, ഇപ്പൊ നമ്മള് നമ്മുടെ വെബിനാറിൽ ട്രോമ എന്താണ് എന്നുള്ള ശരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രെസ്സിനെയും ട്രോമയെയും PTSD യെയും ഒരേ ലെവലില് കൊണ്ടുപോകാറുണ്ട്. അതായത് സ്ട്രെസ് എന്താണെന്ന്, ട്രോമ എന്താണെന്ന്, PTSD എന്താണെന്ന് നമുക്ക് ഇത് മൂന്ന് തരത്തിലാണ്. പക്ഷെ സാധാരണ ഈ ട്രോമ എന്താണെന്ന് അറിയാതെ, സ്ട്രെസ് എന്താണെന്ന് അറിയാതെ, PTSD എന്താണെന്ന് അറിയാതെ ഈ മൂന്നെണ്ണത്തിനും ഒരു പേര് ട്രോമ എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊരു നെഗറ്റീവ് പെട്ടെന്ന് ഒരു സഡൻലി ചേഞ്ച് നമ്മുടെ മൈൻഡിന് സംഭവിക്കുകയാണെങ്കിൽ, ഒരു നെഗറ്റീവ് തോട്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി കൊണ്ടോ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ടോ അത് പോസിറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ ആ സ്ട്രെസ് അവിടെ പോയി. നേരെ മറിച്ച് ട്രോമയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ സുരക്ഷിതാബോധത്തെ തന്നെ അല്ലെങ്കിൽ സേഫ്റ്റിയെ തന്നെ തകർക്കുന്ന രൂപത്തിലാണെന്ത് ട്രോമ കടന്നു വരിക എന്നുള്ളതാണ്. മനസ്സിനും ശരീരത്തിനും ഒക്കെ ആഴത്തിലുള്ള ഒരു ആഘാതം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ട്രോമ. അത് ഞാൻ പറഞ്ഞു, ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്, പ്രിയപ്പെട്ടവരുടെ മരണം, ബാല്യകാലത്ത് അവഗണന, ഫാമിലി പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ ട്രോമ വരാൻ ചാൻസാ. അതുപോലെ തന്നെ നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ ഉള്ളൊരു ആക്സിഡന്റ്, ആ സംഭവത്തോടൊക്കെ നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ എങ്ങനെ പ്രതികരിക്കുന്നു, അവിടെയാണ് ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അങ്ങോട്ടാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വരുന്നത്. അപ്പോ ഈ സ്ട്രെസ്സും അതേപോലെ തന്നെ ട്രോമാറ്റിക്കും കൂടി ചേരുമ്പോ എവിടെ വരുന്നുണ്ട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അത് ഡിസോർഡർ ആവുന്ന സമയത്താണ് ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് ഈ വ്യക്തി കിടക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മളിത് പറയപ്പെടുന്ന സമയത്ത് ട്രോമയും സ്ട്രെസ്സും PTSD
ഇത് മൂന്നും ഒന്നായിട്ട് പലരിലും നമ്മൾ കാണാറുണ്ട്. സാധാരണ ശരിക്കും അത് എല്ലാവരിലും അതെന്താണെന്ന് പറയാൻ പറ്റൂല. ശരിക്കും സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ നമ്മളെ ജീവിതത്തിലുള്ള ഒരു സമ്മർദ്ദം മാത്രമാണ് എന്ത് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ എന്താണ് കുറയാം. എന്നാലോ ട്രോമ ഒരിക്കലും എന്താണ് ട്രോമ ബാധിച്ചൊരു വ്യക്തിയിൽ ഒരിക്കലും അത് കുറയാൻ പോകുന്നില്ല. അത് ചിന്തകളെയും അതേപോലെ തന്നെ വികാരങ്ങളെയും പെരുമാറ്റത്തെയൊക്കെ എന്താണ് ദീർഘകാലം ബാധിക്കുന്ന ആഴത്തിലുള്ള ഒരു അനുഭവമായിട്ട് ഇതിനെ കാണുന്നു. പക്ഷെ ഈ ട്രോമ എങ്ങനെ വരുന്നു ഒരു വ്യക്തിയിൽ? രണ്ട് വ്യക്തി ഒരേ അനുഭവം അനുഭവിച്ചിട്ട് ഒരു വ്യക്തിയിൽ മാത്രം എങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ തലച്ചോറിലും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ബാധിക്കുന്ന പ്രതികരണം ആണത് ഈ ട്രോമയായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചോദിച്ചു എന്ത് എല്ലാവർക്കും ഒരേ സംഭവം ട്രോമയാകുമെന്ന്? ഒരിക്കലും അല്ല. കാരണം എന്താണ്? രണ്ടുപേര് അനുഭവിച്ചു കഴിഞ്ഞാലും ഒരാൾക്ക് അത് ട്രോമയാകാം, മറ്റാൾക്ക് അത് ട്രോമയാവണം എന്നില്ല. കാരണം എന്താണ്? ഇനി അതിന് വേറെ ഒരു കാരണം കൂടി നമ്മൾ പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പ്രായം അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മുൻകാല അനുഭവങ്ങള് ഇമ്പോർട്ടന്റ് ആണ്. മുൻകാലത്തിൽ ഇതുപോലത്തെ ഒരു അനുഭവം വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിൽ ഈ രണ്ടുപേരിൽ ഒരാളിൽ എന്താണ് മാറ്റം കാണാറുണ്ട്. കുടുംബത്തിന്റെ പിന്തുണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് വളരെ പേടിയോടെ രണ്ടാളുകള് രണ്ട് കുടുംബത്തിൽ പറയുമ്പോൾ ആ കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരെ മറിച്ച് ഒരു സപ്പോർട്ടും കിട്ടാതെ അവഗണിച്ച് തള്ളിക്കളയുന്ന ആളില് ചിലപ്പോ ഒരു ട്രോമ കടന്നുകൂടിയേക്കാം. നേരെ മറിച്ച് അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് വന്നാലും ഞാനുണ്ട് കൂടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രോമ ഒഴിവായിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിക്ക് മാനസിക പ്രതിരോധ ശേഷി ആശ്രയിച്ചിട്ടാണ് ഏത് മാറുന്നത്? ഈ ട്രോമയുടെ സ്വഭാവം മാറുന്നത്. സ്വഭാവം ഒന്നായിരിക്കും, പക്ഷെ ട്രോമ ബാധിക്കുന്നത് മാറുന്നത് എന്നുള്ളതാണ്. ഇനി ബാല്യകാല ട്രോമ മുതിർന്നപ്പോ ബാധിക്കുന്നത് നമ്മളെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാല്യകാല ട്രോമ കാരണം ഞാൻ പറഞ്ഞു പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ, അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷന്, ദേഷ്യം കൂടുക, വിശ്വാസക്കുറവ്, നമ്മളെ ഒപ്പല്ലവരെ ഒരാളി വിശ്വാസം ഇല്ലാതിരിക്കുക, പിന്നെ ഫാമിലി പ്രശ്നങ്ങൾ വരിക, കുട്ടികളെ വളർത്തുന്നതിൽ പോലും നല്ലൊരു പാരന്റിങ് കൊടുക്കാൻ പറ്റാതിരിക്കുക എന്നിവയൊക്കെ ഉണ്ടാകും. ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്വാധീനം വർഷങ്ങളോളം തുടരും ചെയ്യും. അപ്പൊ ഈ ട്രോമ എവിടുന്ന് വന്നു? ബാല്യകാലത്തിൽ വന്ന ഓരോ അനുഭവത്തിൽ നിന്നാണ് ഏത് വന്നത്? ഈ ട്രോമ വന്നിട്ടുള്ളത്. പിന്നെ ഈ ട്രോമയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷണമാണ്. പേടി അതിന്റെ ലക്ഷണമാണ്. അമിതമായിട്ടുള്ള ദേഷ്യം ലക്ഷണമാണ്. അതുപോലെ ആളുകളെ ഒഴിവാക്കുക, പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ ഇല്ലാതിരിക്കുക. ഇനി അത് ശാരീരികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹൃദയമൊലിക്ക് കൂടുക, വിഷാദം, ഇതിനൊക്കെ അതിന്റെ ഒരു കാരണമാണ്. ഇനി നമ്മൾ ചോദിക്കുകയാണെന്ത്? ഇനി ഒരു ട്രോമ ബാധിച്ചു എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ വ്യക്തികൾ സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ മരുന്നുകൊണ്ട് മാത്രം, എനിക്ക് ആദ്യം തന്നെ ട്രോമ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അപ്പൊ ഞാൻ മരുന്നുകൊണ്ട് മാത്രം, സൈക്കാട്രിക് മരുന്നുകൊണ്ട് മാത്രം എനിക്ക് ഈ ട്രോമ മാറി കിട്ടുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും എന്താണ് മനുഷ്യന് ഈ ട്രോമ ബാധിച്ച ഒരാൾക്ക് മരുന്ന് ആവശ്യമില്ല എന്നുള്ളതാണ്. പലരിലും പലതരത്തിലാണെന്ത് ഈ ഒരു ട്രോമയെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്നാണ്. പലർക്കും എന്താണ് കൗൺസിലിങ്ങിലൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുടുംബ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഒരു 60% അതിൽ മാറ്റം വരും. സൈക്കോതെറാപ്പി വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും. ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുരുതരമായിട്ടുള്ള ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൊക്കെയാണെന്ത് ആവശ്യമാണെങ്കിൽ മാത്രമാണെന്ത് നമ്മളൊരു പിന്നെ മരുന്നിലേക്കൊക്കെ പോവാറുള്ളത്. അപ്പൊ ചില ആളുകളിൽ നിന്നൊക്കെ ഒരു ചോദ്യം വരാറുണ്ട്, ഈ ട്രോമ വന്നവരിൽ പൂർണ്ണമായിട്ടും മാറുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പലർക്കും എന്താണ് ശരിയായിട്ടുള്ള ചികിത്സയും പിന്തുണയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രോമയുടെ ലക്ഷണങ്ങൾ എന്താണ് വളരെ കുറയുകയും നല്ല ജീവിതം എന്താണ് നയിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യുന്നുള്ളതാണ്. ചില ഓർമ്മകള് നിലനിൽക്കാം, പക്ഷെ എന്താണ് അവ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതില്ല. ഓർമ്മ ചെറുതായിട്ട് അവിടെ നിലനിന്നാലും എന്താണ് അവരിൽ നിന്ന് എന്താണ് ആ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ, നമ്മളെ ലൈഫിൽ എന്താണ് ഈ ട്രോമ നിയന്ത്രിക്കുന്ന രീതിയിൽ നിന്ന് മാറിപ്പോയി നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോ നമ്മളടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണെന്ത് ട്രോമ അനുഭവിക്കുന്ന ഒരാളെ അവരവരുടെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ട്രോമ അനുഭവിക്കുന്ന ആളുകളെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മളിൽ ഓരോരുത്തരും
ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ സൈക്കോളജി പഠിക്കണം എന്നില്ല, കൗൺസിലിംഗ് പഠിക്കണം എന്നില്ല, ഒന്നും പഠിക്കണം എന്നില്ല. നമ്മളൊരു മനുഷ്യനെ കേൾക്കാൻ വിധിക്കാതെ ഒരു മനുഷ്യനെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ട്രോമ അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവരുടെ വികാരങ്ങളെ നമ്മൾ അംഗീകരിക്കുക, മറന്നേക്കൂ, അതിനെ മറന്നു കളഞ്ഞേക്കൂ എന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യുക, ധൈര്യമായിരിക്കൂ എന്ന് പറയാം. ധൈര്യമായിരിക്കൂ എന്ന് പറയാം. ആവശ്യമെങ്കിലാണ് എന്ത്, അവരെ പ്രൊഫഷണൽ സഹായത്തിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതുപോലെ അവരുടെ സുരക്ഷിതത്വ ബോധമൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പറഞ്ഞു, ഈ മുതിർന്ന ആളുകളിലൊക്കെ കുട്ടികളിൽ നിന്ന് പോരുന്ന ട്രോമ, ചൈൽഡ്ഹുഡിൽ നിന്ന് പോകുന്ന ട്രോമ അഡോളസെൻസിലേക്കും അഡൾട്ട്ഹുഡിലേക്കും ഒക്കെ കടന്നു പോകുന്നതായിട്ട്. ഇനി ഒരു കുട്ടിനെ എങ്ങനെയാണ് ഈ ട്രോമ ബാധിക്കുക എന്ന് എങ്ങനെ അതിനെ നമുക്ക് മനസ്സിലാക്കുന്നു വെച്ചാൽ, കുട്ടികളുടെ ട്രോമ പഠനത്തെ അല്ലെങ്കിൽ പെരുമാറ്റത്തെ, വികാര നിയന്ത്രണത്തെ, സാമൂഹ്യ ബന്ധങ്ങളൊക്കെ എന്താണ് കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. ചില കുട്ടികൾ എന്താണ് വളരെ നിശബ്ദമായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളുടെ പെരുമാറ്റത്തിനുള്ള പിന്നിലെ കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഓടിച്ചാടി വളരെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരു കുട്ടി കുറച്ചായിട്ട് ഇങ്ങനെ വളരെ എന്താ പറയാ, ഒരു മാറി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും എന്താണ് ഈ കുട്ടി ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെയൊക്കെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള കാരണമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കൽ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പൊ ഈ കുട്ടിയിൽ നിന്നാണ് എന്ത് ഈ ട്രോമ വന്ന് അഡോളസെൻസ് പീരിയഡിലൂടെ വ്യാപിച്ച് അഡൾട്ട്ഹുഡിലേക്ക് പോകുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന സമയത്ത്, നമ്മൾ ജോലി സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇത് വളരെ വില്ലനായിട്ടൊക്കെ കാണുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നു. ഇനി ട്രോമയിൽ നിന്ന് നമുക്ക് എന്താണ് ഒന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട്, സുഖം പ്രാപിക്കാനൊക്കെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം അംഗീകരിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇത് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. സുരക്ഷിതമായിട്ടുള്ള പിന്തുണയുള്ള ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വളർത്തിയെടുക്കുക. സുരക്ഷിതമായിട്ടുള്ള സേഫ്റ്റി ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആവശ്യമായാൽ കൗൺസിലിംഗ് സ്വീകരിക്കുക, ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയൊക്കെ എന്ത് ചെയ്യുക, പിന്തുടരുക എന്നിവയൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രോമ എന്ന് പറയുന്നത് എന്താണ് ജീവിതത്തിന്റെ ഒരു അവസാനമൊന്നുമല്ല. ശരിയായിട്ടുള്ള സഹായത്തോടെ അതിൽ നിന്ന് നമുക്ക് എന്താണ് ട്രോമ ബാധിച്ച ഏതൊരാൾക്കും അതിൽ നിന്നും കരകയറാൻ പറ്റും എന്നുള്ളതാണ്. താങ്ക് യു ഇനി മാം. ഏതെങ്കിലും നല്ലൊരു സംശയങ്ങൾ സെക്ഷൻ ആയിരുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുമിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് മനസ്സിലാക്കുക, ഒരുമിച്ച് ചോദിക്കുക എന്നുള്ളതാണ് നമ്മളെ വെബിനാറിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ കുറെ പറയുമ്പോൾ അത് കേൾക്കുക എന്നതിലുപരി നിങ്ങൾ ചോദിക്കുമ്പോഴാണെന്ത് നമുക്കൊരു ചർച്ച രൂപത്തിൽ അത് വരുന്നത് എന്നാണ്. മാം, നമ്മുടെ ഇപ്പൊ ക്ലാസ് 1.5 മണിക്കൂറായിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്ത് തന്നു. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ മാറാൻ ഈ ഒരു ക്ലാസ് സഹായകമായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രോത്തിന്, അല്ലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ പ്രോബ്ലങ്ങൾക്കും പിറകോട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്, അവിടെ നമുക്ക് ക്ഷമ കൈവരിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ തോന്നിയത്, എൻ്റെ ചിന്തകൾ ആ രീതിയിൽ വന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് പിറകോട്ട് ചിന്തിക്കുമ്പം നമുക്ക് ആ ഒരു വിഷയത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുൻകാലത്ത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പല ആളുകളും എവിടെയൊക്കെയോ സ്റ്റെക്കായിട്ട് ലൈഫിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പിറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു ട്രോമ നമ്മളെ ബാധിച്ചിട്ടുണ്ടാവാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു നല്ല സെക്ഷൻ എടുത്തു തന്ന നമ്മുടെ റംലാന മാമിന് നമ്മുടെ നമ്മുടെ മിറാലെക്സ് അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ടൈം ഏകദേശം ഫില്ലായിട്ടുണ്ട്, ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം. ആർക്കും ചോദിക്കാം കേട്ടോ. നമ്മള് ടൈം
ഫില്ലായിട്ടുണ്ടെങ്കിലും ചോദിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടേ ക്ലോസ് ചെയ്യുള്ളൂ. എല്ലാവർക്കും ക്ലാസ് എത്രമാത്രം ഉപകാരപ്പെട്ടു, മനസ്സിലായോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചാൽ നന്നായിരുന്നു. നന്നായിരിക്കും. കൂടുതൽ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ മാം, തീർച്ചയായും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാല്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു റംലാന മാം. ഓൾ ദ ബെസ്റ്റ്. Thank you, ma'am. Good night. Thank you. Thank you, ma'am.